ഇപ്പോൾ ഇലുമിനാറ്റി എന്ന് പറഞ്ഞ പാട്ടെടുത്താലും നമ്മളെല്ലാം സംസാരിക്കുന്നത് ഇലുമിനാറ്റി എന്നാണ്, അല്ലാതെ അതിൻ്റെ ഏതെങ്കിലും സ്വരങ്ങളല്ല. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം അനുരാഗം. ഒതുക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒതുക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ലെജൻസ് ഒക്കെ ചെയ്തിരിക്കുന്ന പാട്ടുകളെ അതിനെ മുറിക്കുകയും മുറിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ശരിയല്ലെന്നും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആണെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സുഷിൻ ശ്യാം, ജേക്സ് ബിജോയ്, ജസ്റ്റിൻ വർഗീസ് ഇവരൊക്കെ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ശ്രേയ ഘോഷാലിന് ഒരു മലയാളം അധ്യാപകനായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. പാളയത്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, ഇപ്പുറത്ത് ഗണപതി കോവിലുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. യേശുദാസ് സാറിന് ചെയ്യാൻ പറ്റുന്നത് യേശുദാസ് സാറിന് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ജയേട്ടന് ചെയ്യാൻ പറ്റുന്നത് ജയേട്ടന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇലസ്ട്രിയസ് മ്യൂസിക്കൽ കരിയർ ആയിരുന്നു ഇതുവരെ. ആ ഒരു പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയാമോ? ഹൗ ഡിഡ് യു എൻഡ് അപ്പ് ബീയിങ്? കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡീപ്പായിട്ടുള്ള മ്യൂസിക്കൽ ലെഗസിയാണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ തിരികെയാണ്, നമ്മളെ തന്നെ തിരികെയാണ്. നമ്മൾ എവിടെ നിന്ന് വന്ന് നമ്മുടെ സംഗീതം എങ്ങനെ നമ്മളിലുള്ള മനുഷ്യൻ്റെ ഭാഗമായി എന്നുള്ളത്. അപ്പോൾ അത് ആണ് കർണാട്ടിക് മ്യൂസിക് എന്നെ ഡീപ്പായിട്ട് തിരയാനായിട്ട് എന്നെ പഠിപ്പിച്ചെന്നാണ് പറയുന്നത്. മ്യൂസിക് എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് അങ്ങനെ തോന്നുന്നത്, അത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരയുന്നത്. മ്യൂസിക്കും നമ്മളും വ്യത്യാസമല്ലാതെ ഒന്നാവുമ്പോഴാണ് ശരിക്കും ആ ഒരു തിരയലിന് ശരിക്കും ഒരു അനുഭവമാണ്, ഒരു ശരിക്കും എക്സ്പീരിയൻസ്, ഒരു ബ്ലിസ്ഫുൾ എക്സ്പീരിയൻസ് ആണ് എന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിൽ കർണാട്ടിക് മ്യൂസിക് എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ജേണി അങ്ങനെയാണ്. ഫിലിം മ്യൂസിക്കിൻ്റെ ജേണി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ദേവരായ മാസ്റ്റർ, എം.ബി. ശ്രീനിവാസൻ സാർ, ഇവരുടെയൊക്കെ കോമ്പോസിഷൻസ് കേട്ട് വളർന്ന ഒരാളെന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല മലയാളം പാട്ടുകളും തമിഴ് പാട്ടുകളും, ഇപ്പോൾ പണ്ട് വിശ്വനാഥൻ രാമമൂർത്തി, അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ മദൻ മോഹൻ, S.D. ബർമൻ, ശങ്കർ ജയകിഷൻ, ഇവരുടെയൊക്കെ പാട്ടുകൾ കേട്ട് കേട്ട് വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എവിടെയോ വെച്ച് അയാൾ തിരിച്ചറിയുന്നു. അതായത് അയാൾ പാടുകയല്ല വേണ്ടത്, അയാൾ കമ്പോസ് ചെയ്യാണ് വേണ്ടത്. അപ്പം അങ്ങനെയാണ് ഞാൻ കോമ്പോസിഷനിലോട്ട് എത്തുന്നത്. ആ തിരിച്ചറിവ് ഭയങ്കര എളുപ്പമുള്ള പ്രോസസ്സായിരുന്നു. ഈ പാടുകയല്ല കമ്പോസ് ചെയ്യുകയാണ് വേണ്ടതെന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ആ തിരിച്ചറിവിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? എനിക്കൊന്ന് ജീവിതത്തിൽ ഒരു തിരിച്ചറിവും എളുപ്പത്തിലുള്ള കാര്യമല്ല. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസാണ്. നമ്മൾ ആ എക്സ്പീരിയൻസിലേക്ക് എത്തപ്പെടണം. അവിടെയാണ് ഗുരു എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയും ഇൻവോൾവ് ആൻഡ് ഇവോൾവ് എന്ന്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിലോട്ട് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് ഇവോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഗുരുക്കന്മാർ കാണിച്ച പ്രകാശമാണ്. അപ്പോൾ ഞാൻ ഈ ഗുരുത്വത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരില്ലെങ്കിൽ ഞാനില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ അർത്ഥസമ്പൂർണതയിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവരുടെയൊക്കെ കോമ്പോസിഷൻസ് ഞാൻ പറഞ്ഞ എല്ലാവരുടെയും കോമ്പോസിഷൻസ് എനിക്ക് പാഠപുസ്തകമാണ്. അപ്പോൾ അതെല്ലാം ഞാൻ മനസ്സിലാക്കാൻ, അതും അനുഭവിക്കാൻ, അത് എന്തും ഓൺലി എക്സ്പീരിയൻസ് ഇസ് നോളജ്, എനിത്തിങ് എൽസ് ഇസ് ഓൺലി ഇൻഫർമേഷൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നാണ് നോളജ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ കോമ്പോസിഷൻ എന്തെന്നുള്ളത് അതൊരു പുതിയൊരു ആകാശമാണെന്നും അവിടെ എനിക്ക് പറക്കാനുണ്ടെന്നും അവിടെയാണ് ഞാൻ പറക്കേണ്ടതെന്നും അതിനെനിക്ക് ചിറക് മുളയ്ക്കേണ്ടതുണ്ടെന്നും ഞാൻ തിരിച്ചറിയുന്നിടത്താണ് എനിക്ക് കോമ്പോസിഷനിലോട്ട് ഇഷ്ടം വരുന്നത്. അപ്പം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. പാരൻസ് പാടുന്നവരായിരുന്നു. കം ഫ്രം എ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട്. കർണാട്ടിക്കിലേക്ക് എത്തിച്ചേരുന്ന ഒരു വഴി എങ്ങനെയായിരുന്നു? എൻ്റെ കുടുംബം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു മ്യൂസിക്കൽ കുടുംബമേ അല്ല. പക്ഷെ എൻ്റെ അച്ഛന് കർണാട്ടിക് മ്യൂസിക്കിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. കൊച്ചിയിലേക്ക് അച്ഛൻ്റെ ഒരു കഥ തന്നെയുണ്ട്. അച്ഛൻ്റെ അച്ഛൻ ആലപ്പുഴ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കച്ചേരി കേൾക്കാനായിട്ട് 7-8 വയസ്സേ ഉള്ളൂ. അന്ന് അമ്മയോടും അച്ഛനോടും പറയാതെ
ബസ് കയറി കായംകുളത്തൊരു കച്ചേരി കേട്ടിട്ട് വന്നതിൻ്റെ അത്രയും കൊച്ചിലെ മുതൽ അച്ഛൻ ഈ കർണാട്ടിക് മ്യൂസിക്കിനോടുള്ള ഇഷ്ടമുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു കാലത്ത് ഞാൻ കൊച്ചായിരിക്കുമ്പോൾ ഏതൊക്കെ കച്ചേരി ഇവിടെ നടക്കുന്നുണ്ട്, സ്വാതിരുന്നാൾ സംഗീത സഭ, അല്ലെങ്കിൽ നവരാത്രി മണ്ഡപം, അല്ലെങ്കിൽ നമ്മുടെ അഭേദാന്ത് അവിടെ അങ്ങനെ പല പല ഇടങ്ങളിൽ കച്ചേരികൾ അമ്പലങ്ങളിൽ നടക്കും. അപ്പോൾ ഇതെല്ലാം എന്നെ കൊണ്ടുപോകുന്നു മാത്രമല്ല, ഞാനും ചേട്ടനും എൻ്റെ അച്ഛനുമാണ് ഒരു ടീം. അപ്പോൾ ചേട്ടൻ അസലായിട്ട് മൃദംഗം വായിക്കും, ഘടം വായിക്കും. അപ്പോൾ ചേട്ടൻ ആ രീതിയിൽ പെർക്കഷനിലോട്ട് പോയി, ഞാൻ ഈ വോക്കൽ മ്യൂസിക്കിലോട്ട് പോയി. അപ്പോൾ അച്ഛൻ ഇതിനിടയിൽ പറയും, ഇത് അന്ന് നമ്മൾ കേട്ട കച്ചേരിയിൽ ശമംകുടി പാടിയ കല്യാണിയും ഇപ്പോൾ എം ഡി രാമനാഥൻ പാടുന്നതിനുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായെന്ന് അച്ഛൻ ചോദിക്കും. അപ്പോൾ അങ്ങനെ അതും ഞാൻ നേരത്തെ പറഞ്ഞു അതും ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പല ആൾക്കാരും ഒരേ കാര്യത്തിനെ തന്നെ അപ്രോച്ച് ചെയ്യും. ഈ ഒരേ കാര്യം തന്നെ അവരിലൂടെ വരുമ്പോൾ അത് പലതായിട്ട് മാറുകയും പല ഡയമെൻഷൻസിൽ നമ്മൾ കേൾക്കുകയും ഓരോ രാഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വാലിറ്റി കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെ കൊടുക്കുന്നവരാണ് റിയൽ ലെജൻസും ആർട്ടിസ്റ്റും നമ്മൾ മനസ്സിലാക്കുന്ന അടുത്താണ് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാകുന്നത്. ഈ ദേവരാജ മാഷിലേക്ക് എങ്ങനെ എത്തുന്നത്? ദേവരാജ മാഷ് ഒരു ടെറർ ആണെന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പൊ അവിടെ എത്തപ്പെടുന്നതും ആ ഇനീഷ്യൽ ഡേയ്സ് ഒക്കെ ഒന്ന് പറയാമോ? എൻ്റെ ഒരു ഫ്രണ്ട് ആത്മ സുഹൃത്താണ് മുഹമ്മദ് ആരിഫ് എന്ന പേര്. അപ്പോൾ ആരിഫിൻ്റെ അച്ഛനും അദ്ദേഹം മുഹമ്മദ് ഗൗസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു പത്രമൊക്കെ പഴയ കാലത്ത് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹവും ദേവരായ മാസ്റ്ററും വലിയ ഫ്രണ്ട്സാണ്. അപ്പോൾ ആരിഫിനെ മാസ്റ്റർക്ക് അറിയാം. അപ്പോൾ ആരിഫ് പലപ്പോഴും പറയും, ജയ നമുക്ക് മാസ്റ്ററെ കാണണം, നീ മാസ്റ്ററാണ് കാണേണ്ടത് എന്ന് ആരിഫ് അറിയാം. അപ്പം ഞാനിത് മാസ്റ്ററിനെ പറ്റി ഇങ്ങനെ ഒരു പ്രിജുഡിസ് ഉള്ളതുകൊണ്ട് അവിടെ പോകാൻ പേടിച്ചോണ്ടിരുന്നു. പക്ഷെ ഒരു ദിവസം എടുത്ത് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സ്കൂട്ടറുണ്ട്, ആ സ്കൂട്ടറിൻ്റെ ബാക്കിൽ ആരിഫും കയറിയിരുന്നു. അങ്ങനെ നമ്മൾ കരമന അദ്ദേഹം താമസിക്കുന്ന അവിടെ പോകുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ദേവരായ മാസ്റ്ററെ കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അതായത് ഇങ്ങനെ രണ്ടുപേരും അവിടെ വന്നിട്ടുണ്ട് എന്ന തോന്നലേ ഇല്ലാതെ ഇടയ്ക്ക് മാത്രം ഒരു ഇടക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് അദ്ദേഹം എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു 2 മണിക്കൂർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 മണിക്കൂർ ഒന്നും മിണ്ടാതെ ഈ 2 മണിക്കൂർ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആരിഫിനെ നോക്കി പറഞ്ഞു, നീ വന്നോ എന്ന് ചോദിച്ചു. പിന്നെ എഴുത്താണ്. അപ്പോൾ ഞാൻ എന്നൊരാൾ അവിടെ അപ്രസക്തരാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ മാസ്റ്ററുടെ രീതി അങ്ങനെയാണ്. അതായത് എന്തെങ്കിലും നമ്മുടെ മനസ്സിലൊരു ഈഗോ, അതായത് എനിക്കെന്തോ അറിയാം, ഞാൻ സംഗീതം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആരിഫ് പറയുന്നുണ്ട്, ഇവൻ സംഗീതം പഠിച്ചിട്ടുണ്ട്, ഇവന് യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും ഒരു ഉത്തരവില്ല. അപ്പോൾ പിന്നെ മാസ്റ്റർ അടുത്ത് പോകുമ്പോഴത്തേക്കും ഈ കാർക്കശ്യം എന്ന് പറയുന്നത് ശരിക്ക് ഒരു ശിഷ്യനായിട്ട് ഒരാളെ ഉള്ളിലേക്ക് എടുക്കണമെങ്കിൽ മാസ്റ്റർ അയാളുടെ ഈഗോയിനെ 0 ആക്കിയതിന് ശേഷം മാത്രമേ അത് ചെയ്യുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. പക്ഷെ അത് നന്നായി. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ അറിയാമായിരുന്നു എന്ന് അന്ന് വിചാരം ഉണ്ടായിരുന്നത് അന്ന് തന്നെ മാസ്റ്റർ ഉടച്ചു കളഞ്ഞു. തീർച്ചയായിട്ടും പലപ്പോഴും എനിക്ക് ദേഷ്യം തോന്നി, മാസ്റ്ററുടെ അടുത്ത് ദേഷ്യം തോന്നി. എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പെരുമാറണം, ഇങ്ങനെ മനുഷ്യത്വം ഇല്ലല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഏറ്റവും അധികം മനുഷ്യത്വവും ഏറ്റവും അധികം സ്നേഹവും ഉള്ള ഒരു നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു മാസ്റ്റർ. എല്ലാവർക്കും അങ്ങനെയാണ്. ചിലപ്പോൾ സജഷൻസ് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അത് ഞാൻ കാണാത്ത ചില വഴികളിലൂടെ ചില കാര്യങ്ങൾ ചിത്രചേച്ചി ഒക്കെ പാടുമ്പോൾ അങ്ങനെ തോന്നും. ചിത്രചേച്ചി വളരെ നാച്ചുറലായിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ പാടും. അപ്പോൾ ഓ സൈനബ എന്ന് പറഞ്ഞ പാട്ടിൽ എൻ്റെ BGയിൽ ഒരു 8 ബാർ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ വേറൊരു ഇൻസ്ട്രുമെൻ്റാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ആ ഇൻസ്ട്രുമെൻ്റ് വായിക്കാനുള്ള ആളെ കിട്ടിയില്ല. അപ്പോൾ ഫൈനലായിട്ട് വന്നപ്പോഴത്തേക്കും അതിൽ ആ 8 ബാർ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചേച്ചി എടുത്ത് പറഞ്ഞു, ചേച്ചി ഇവിടെ എനിക്ക് ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു. അത് ചേച്ചി ഒരൊറ്റ ടേക്കിൽ, ഇപ്പോഴും നമ്മൾ കേട്ട പല ഗാനമേളയിലും പല പാട്ടുകാരും അത് പാടാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. ഒരു സംഗതികളുടെ ഒരു ട്രാൻസിഷനാണിത്. അപ്പോൾ അങ്ങനെയുള്ള ചില ഇൻപുട്സൊക്കെ അങ്ങനെ കിട്ടുമ്പോൾ അത് തീർച്ചയായിട്ടും 2 കൈ കൊണ്ട് സ്വീകരിക്കാറുണ്ട്. പക്ഷേ ബേസിക്കായിട്ടുള്ള നമ്മുടെ പാട്ടിൻ്റെ ഈണം, അതിൻ്റെ ഒരു ട്രാവൽ, ഇതൊക്കെ ഞാൻ രേഖപ്പെടുത്തിയ രീതിയിൽ തന്നെ വേണമെന്ന് നിർബന്ധമാണ്. അയ്യോ, അതെനിക്ക് പാടാൻ പറ്റില്ല. അത് പാടിയിരുന്നെങ്കിൽ എനിക്ക് അതിന് നാഷണൽ അവാർഡ് കിട്ടിയേനെ. അത് ചേച്ചിക്ക് മാത്രം പാടാൻ പറ്റുന്ന, അതാണ് ഞാൻ പറഞ്ഞത്.
ഏതാണ് ഇഷ്ടപ്പെടുന്ന റോള്, ഗായകനെയാണോ മ്യൂസിക് കമ്പോസറായ ഗായകനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ എന്നെ തന്നെ ഒരു ഗായകനായിട്ട് അത്ര നന്നായിട്ട് കരുതുന്നില്ല. നല്ല award കിട്ടി, state award അത് കിട്ടി. എന്തോ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ചില ഡ്രീംസ് ഡു കം ട്രൂ എന്ന് നമ്മൾ പറയാമല്ലോ. അപ്പോൾ അത് എൻ്റെ ഡ്രീമിനേക്കാളും കൂടുതൽ എൻ്റെ അമ്മയുടെ ഡ്രീമാണ്. എൻ്റെ അമ്മയുടെ ഡ്രീമാണ് ഞാനൊരു പാട്ടുകാരനാവുക എന്നുള്ളത്. എൻ്റെ അച്ഛൻ്റെ ഡ്രീം എന്ന് പറയുന്നത് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കലിസ്റ്റ് ആവുക എന്നുള്ളതാണ്. അമ്മയുടെ എന്ന് പറയുന്നത് സിനിമയിൽ ആവുക, പ്ലേ ബാക്ക് സിംഗർ. അപ്പോൾ അമ്മയുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ സഫലീകരണമാണ് ആ അവാർഡ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനും അവാർഡ് കിട്ടുക, അതും വളരെ റെയർ ആണ്. അതും സംഭവിച്ചു, അതും എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഞാൻ ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത്, സിനിമയുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ സിനിമകളിലാണ് പാട്ടുകളൊക്കെ ഉള്ളത്. ഇപ്പോൾ വെസ്റ്റേൺ ഫിലിംസ് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് അത് ഒറിജിനേറ്റ് ചെയ്ത ഇടങ്ങളിൽ നിന്ന് പോലും എല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സാണ്. പാട്ടുകളൊക്കെ വളരെയധികം മൈറ്റ് ബി ഒരു സിനിമ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകളുണ്ടാവാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുള്ള പാട്ടുകളുണ്ടാവാം, അല്ലെങ്കിൽ സിനിമയിൽ തന്നെ പാട്ടുകളുണ്ടാവാം എന്നുള്ളത് കുറവാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സിനിമ രീതികൾക്ക് എപ്പോഴും പാട്ട് അതിൻ്റെ മാറ്റാൻ പറ്റാത്ത ഒരു ഘടകമായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ലോ എനിക്കൊക്കെ പാട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് സിനിമയുടെ ഗ്രാമറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായാലും ഇല്ലാണ്ടായാലും അത് സിനിമയെ അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് കൊണ്ടുപോവുക. അപ്പോൾ ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റില്ല. കാരണം അത് സിനിമയെ ഇങ്ങനെ കല്യാണം കഴിച്ച പോലെ കിടക്കും, യുനോ. അതിനെ വേറിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ സുഫിയും സുജാതയും എന്ന് പറഞ്ഞ സിനിമ, അതിൽ കുറേ സുഫി സംഗീതത്തിൻ്റെ ധാരകളുണ്ട്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റേൺ ധാരകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ചെയ്യാൻ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പാൻഡമിക്കിൻ്റെ സമയമായിട്ട് പോലും ഓൺലൈനിൽ നമ്മൾ ഇസ്താംബൂളിൽ നിന്ന് ആർട്ടിസ്റ്റിനെ വെച്ച് അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആയിഷ എന്ന് പറഞ്ഞ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെക്കോസ്ലോവാക്യയിലെ സിംഫണി ഓർക്കസ്ട്ര ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം അത് ക്രിയേറ്റിവിറ്റിയുടെ പുതിയ തലങ്ങൾ ഓരോ പ്രാവശ്യം തേടിക്കൊണ്ടിരിക്കും. അത് വളരെ ചലഞ്ചിങ്ങുമാണ്. ഞങ്ങളുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഈ പാട്ട് ചെയ്യുന്ന പ്രോസസ്സ്? ഒരു കഥാപാത്രത്തെ മനസ്സിൽ സങ്കല്പിച്ച്, അല്ലെങ്കിൽ സ്വയം ആ പൊസിഷനിൽ സങ്കല്പിച്ചിട്ടാണോ ആ ഒരു പെർട്ടിക്കുലർ സീനിലുള്ള ഒരു സിറ്റുവേഷനിലുള്ള ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നത്? അതിന്റെ പ്രോസസ്സ് ഒന്ന് പറയാമോ? ഒരു കഥാപാത്രം എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ ജീവിക്കുന്ന ആംബിയൻസും അയാളുടെ കുടുംബവും അയാളുടെ രീതികളും എല്ലാം എന്നിൽ നിന്ന് തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും, വേറെ ആയിരിക്കും. അപ്പോൾ ഈ വേറെ ഞാൻ തിരിച്ചറിയുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ കമ്പോസിങ്ങിന് പോകുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ സങ്കടം എന്നെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ ഒരുപാട് സന്തോഷമായിട്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിൽ നായകൻ കരഞ്ഞുകൊണ്ട് ഒരു പാട്ട് പാടേണ്ട അവസരം, അല്ലെങ്കിൽ അവിടെ എന്തോ സംഭവിച്ചു വല്ലാത്ത ഒരു വേദനയിലൂടെ അയാൾ പോകുന്നത്. അപ്പോൾ എൻ്റെ സന്തോഷം എനിക്ക് നേരെ കോൺട്രഡിക്ഷൻസ് ആണ് ഇതൊക്കെ. അത് നമുക്ക് പതുക്കെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ആദ്യം എന്നെ ഒരു ഹോട്ടലിൽ കൊണ്ടിരുത്തി ആദ്യത്തെ സിനിമ ചെയ്യാനായിട്ട് അവിടെ 5 ദിവസമായിട്ട് ഇരുന്നിട്ടും എനിക്കൊന്നും വരുന്നില്ല. കാരണം ഞാൻ വീട്ടിൽ മാത്രമാണ് കമ്പോസ് ചെയ്ത് പരിചയമുള്ളൂ. പിന്നെ പതുക്കെ എവിടെ ഇരുന്നാലും, ഇപ്പോൾ എവിടെ ഇരുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാലും കമ്പോസ് ചെയ്യാവുന്ന രീതിയിലേക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്നെ നയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പതുക്കെയാണ് അത് മനസ്സിലാക്കുക എങ്ങനെയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ വിട്ടു, ഇവിടെ ഇരിക്കുമ്പോൾ ഇറ്റ് ഇസ് ഓൺലി ദിസ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് സംഗീത സംവിധാനം മാറുമ്പോഴാണ്, അല്ലെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റും മാറുമ്പോഴാണ് ശരിക്കും ആ സർഗബോധം വരിക. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ചോദിക്കട്ടെ, ഈ BGM ചെയ്യുന്നതും സോങ് കമ്പോസിഷനും തമ്മിൽ പ്രോസസ്സിൽ ഒരു ഡിഫറൻസ് എന്താണ്? അതായത് യു വിൽ ലിസൺ ടു ദ എൻറ്റയർ സീൻ, എങ്ങനെയാണ് ആ പ്രോസസ്സ്? എങ്ങനെയാണ് സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സിനിമകൾ, പാട്ടിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫുള്ളായിട്ടുള്ള കഥ കേൾക്കുകയും സോങ് സിറ്റുവേഷൻ മാത്രം കേൾക്കുകയും അതനുസരിച്ച് സംഗീതം ചെയ്യുകയും ചെയ്യും. പക്ഷേ മറ്റത് സ്ക്രിപ്റ്റ് ആദ്യം ഒന്ന് ഫുള്ളായിട്ട് വായിച്ച് ഇതിൻ്റെ ഘടന എങ്ങനെയാണ്, ഇതിൻ്റെ ട്രാവൽ എങ്ങനെയാണ്, അത് കഥ ഏതാണ്, ലീനിയർ ആയിട്ടാണോ നോൺ ലീനിയർ ആയിട്ടാണോ പോകുന്നത്, അതിലെവിടെയൊക്കെയാണ് മ്യൂസിക് എംഫസൈസ് ചെയ്യപ്പെടേണ്ടത്,
എവിടെയൊക്കെയാണ് ഒരു തീം ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്, അങ്ങനെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഏതൊക്കെ ജനസുകൾ, മ്യൂസിക്കിൻ്റെ ഏതൊക്കെ ജനസുകൾ നമുക്ക് ഈ സിനിമയിൽ ആപ്റ്റാവും, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻസ് ആപ്റ്റാവും എന്നുള്ള ചിന്തകളിലൂടെ ആ സ്ക്രിപ്റ്റിൽ കൂടെ പോകാൻ പറ്റും. ഒരു മ്യൂസിക് ലൈൻ, സ്റ്റോറി ലൈൻ പോലെ തന്നെ ഒരു മ്യൂസിക് ലൈൻ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തുകയും അതനുസരിച്ചാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പടം കണ്ടിട്ട് ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ എലിമെൻറ്റ്, ഏറ്റവും ബുദ്ധിമുട്ട് മനസ്സിലാക്കാനുള്ളതും എവിടെ നമ്മൾ സൈലൻ്റ് ആയിരിക്കണം, എവിടെ നമ്മൾ അഗ്രസീവ് ആവണം, എവിടെ നമ്മൾ ന്യൂട്രൽ ആവണം, എവിടെ ഒരു മ്യൂസിക് ഒന്ന് ചിരിച്ചിട്ട് പോകണം, എവിടെ നമ്മൾ വളരെയധികം പീസ്ഫുള്ളായിട്ട് മൂവ് ചെയ്യണം, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മ്യൂസിക്കിൽ ഇങ്ങനെ, അതാണ് ഡൈനമിക്സ് എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഡൈനമിക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ ഡൈനമിക്സ് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നിന്നോന്നതമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഗീതം ഏതൊക്കെ രീതിയിൽ, എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം. ഇപ്പോൾ ഒരു സീനിൽ പറയാണ്, എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നു. ഇത് പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു റൊമാൻറ്റിക് ഛായ എനിക്ക് കൊണ്ടുവരാം. ഇത് പറഞ്ഞ് ഉടനെയും എനിക്ക് കൊണ്ടുവരാം. ഇത് പറയാതെ മറ്റേ ആളുടെ റിയാക്ഷനിൽ നിന്ന് എനിക്ക് മ്യൂസിക് തുടങ്ങാം. ഇവിടെ എല്ലാ സൈലൻസ് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടും കൂടെ കൈ പിടിക്കുമ്പോഴേക്ക് മ്യൂസിക് കൊടുക്കാം. അപ്പോൾ ഇത് എങ്ങനെ കൊടുക്കുന്നു, എവിടെ കൊടുക്കുന്നു എന്നുള്ളത് ആ സിനിമയുടെ ആ സന്ദർഭത്തിൽ ആ സിനിമ എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു, അത് എങ്ങോട്ടാണ് കണ്ടിന്യൂ ചെയ്യപ്പെടേണ്ടത്, അത് ഡയറക്ടറുടെ വിഷൻ എന്താണ്, അതനുസരിച്ചാണ് ശരിക്കും സംഗീതം ചെയ്യപ്പെടേണ്ടത്. ഞാൻ അത് തന്നെ ചോദിക്കാൻ തോന്നിയിരുന്നു. ഈ മ്യൂസിക് ലൈനിന് വേണ്ടി യു വിൽ ബി സിറ്റിംഗ് വിത്ത് ദ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്ററും ഇവരെല്ലാവരുമായി ഇരിക്കേണ്ടി വരില്ലേ? ഡയറക്ടർ ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് കോഴ്സ്. അദ്ദേഹത്തിൻ്റെ വിഷനാണ് സിനിമ. അതിൽ ഞാൻ മ്യൂസിക്കൽ വിഷൻ കൊടുക്കാനാണ് മ്യൂസിക് കമ്പോസർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ട്സിനെ എംബലിഷ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓർണമെൻറ്റേഷൻസ് ആണ് മ്യൂസീഷ്യൻ കൊടുക്കേണ്ടത്. അത് വേണ്ട അളവിൽ ജുഡീഷ്യസ് ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് പല കാലങ്ങളിലും പല രീതിയിലാണ്. ഇപ്പോൾ പഴയ 70s സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വേറൊരു രീതിയിലാണ്. അന്ന് സിനിമയെ കണ്ടതും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കണ്ടതും ആ രീതിയിലാണ്. ചിലതൊക്കെ പാട്ടുകൾ പോലെ ഇരിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ. കാരണം അന്ന് പാട്ടുകൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനുശേഷം ജോൺ സേട്ടൻ വരുന്ന സമയത്ത് മലയാളത്തിൽ ഇപ്പോൾ തൂവാനത്തുമ്പികൾ പോലെയുള്ള സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഒരു അസ്തിത്വം കൈവരികയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് സുഷിൻ ചാം, അതുപോലെ ജേക്സ് ബിജോയ്, ജസ്റ്റിൻ വർഗീസ്, ഇവരൊക്കെ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഒരു ഫിലിം ഡയറക്ടറുടെ ഒരു മ്യൂസിക്കൽ സെൻസ് എത്രമാത്രം ഹെൽപ്പ് ചെയ്യാറുണ്ട്? അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ എക്സ്പീരിയൻസിൽ അധികം പറയാതെ പറയുന്ന ഒരുപാട് ഡയറക്ടേഴ്സുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അധികം സംസാരമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്ലെസ്സി, അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷേ അദ്ദേഹം പറയുന്നത് കൃത്യമായിരിക്കും. ശ്യാമപ്രസാദ് അല്ലെങ്കിൽ കമൽ സാർ. അപ്പം ഞാൻ ആരുടെയെങ്കിലും പേരുകൾ മാത്രമായിട്ട് എടുത്ത് പറയല്ല. ഈ മ്യൂസിക്കൽ എലിമെൻറ്റിൽ സിബി മലയിൽ സർ മ്യൂസിക്കൽ എലിമെൻറ്റിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ അതിൽ യെസ്സും നോയും കൃത്യമായിട്ടുണ്ട്. ഇതാണ് വേണ്ടത്, ഇതല്ല വേണ്ടത് എന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും അല്ലാത്ത അഭിപ്രായങ്ങൾ വരുമ്പോഴത്തേക്കും അത് കൺഫ്യൂസിങ് ആയിരിക്കും. ഇതല്ല വേണ്ടതെന്ന് പറയുന്നു, അപ്പോൾ വേറൊന്ന് ചെയ്യുന്നു, അപ്പോഴും പറയുന്നു ഇതല്ല വേണ്ടത് എന്ന് വരുമ്പോഴത്തേക്കും 3-4 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് ഇതല്ല വേണ്ടത് എന്ന് മാത്രം പറയുമ്പോഴത്തേക്കും എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവാണ്ടായി പോകും. അപ്പോൾ അത് എപ്പോഴും ഒരു മ്യൂസിക് കമ്പോസറിന്, എല്ലാ കാലത്തെയും മ്യൂസിക് കമ്പോസറിന് ഒരു പ്രശ്നമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ഡയറക്ടറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ശരിക്കും ഒരു സിനിമയിൽ സംഗീതത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആയിട്ട് ഞാൻ കാണുന്നത്. എവർഗ്രീൻ സോങ്സ് എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് ഇനി ഉണ്ടാവോ? അല്ല, പണ്ടത്തെ ഫിലിംസിലൊക്കെ യു ഹാവ് ഈവൻ നൗ അതിന്റെ കവേഴ്സ് വരുന്നു, ഇംപ്രൊവൈസേഷൻസ് വരുന്നു, സിനിമയിൽ തന്നെ വരുന്നു, പോലും പണ്ടത്തെ പാട്ടുകൾ അങ്ങനെ വരുന്നു. അതേ ഒരു ട്രെൻഡ് can we expect from the movies of now for the future? ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഒരു 2 മാസം മുമ്പേ ഒരു ഡയറക്ടർ എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ പറയാം.
ഒരു സോങ് സിറ്റുവേഷൻ വിവരിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഈ സോങ് സിറ്റുവേഷനിൽ ആര് എങ്ങനെ പാട്ട് ചെയ്താലും ഇത് ഈ സിനിമയ്ക്കപ്പുറം അല്ലെങ്കിൽ സിനിമയിൽ കാണാം എന്നല്ലാതെ ഇതാരെങ്കിലും പാടി നടക്കുകയോ ഇഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ കാലത്തിൻ്റെ അപ്പുറത്ത് നിൽക്കണം എന്നെനിക്ക് യാതൊരു നിർബന്ധമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിനിമയിൽ മ്യൂസിക്കിനെ ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് ആക്കണം. അത് മുന്നോട്ട് പോകാനായിട്ട് ഒരു കഥ ആ സമയത്ത് സിനിമയിൽ പ്രത്യേകമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് മ്യൂസിക്കിനെ ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് ആക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിനിമയിൽ അത് ആൾക്കാരെ ആസ്വദിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വരുന്ന കോൺസെപ്റ്റ് അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ബിക്കോസ് അത് ആ ഡയറക്ടറുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ ഡയറക്ടേഴ്സ് അങ്ങനെ കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ എവർ ഗ്രീൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ പണ്ട് ഭാർഗവി നിലയം എന്ന് പറഞ്ഞ സിനിമയിൽ പെട്ടെന്നൊരു സിത്താറ എടുത്ത് വെച്ചിട്ട് നസീർ സാറ് താമസം എന്തേ വരുവാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ലോജിക്ക് എന്നുള്ള അത് ലോജിക്ക് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ലോജിക്കിന് അവിടെ വലിയ ഭാഗമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ സിനിമ വളരെ നാച്ചുറലായിട്ട് ഫ്ലോ ചെയ്യുന്നു. അതിൽ ലോജിക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതല്ലാത്ത സിനിമകൾ ഒരിക്കലും ഇന്നത്തെ സിനിമ കാഴ്ചക്കാർ കാണത്തില്ല. അവർ തിയേറ്ററിൽ അത്തരം സിനിമകൾ കാണാൻ പോവില്ല എന്നുള്ള സത്യമുണ്ട്. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ അതിനകത്തുണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ unless it is a musical, I don't think there is a space for evergreen musicals in our films My anymore. question is there space for ശങ്കരാഭരണം പോലൊരു ഫിലിം ഇനി ഉണ്ടാവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബിക്കോസ് മ്യൂസിക് ഇസ് ബീങ് യൂസ്ഡ് ആസ് എ ടൂൾ ടു ഫർദർ ദ സ്റ്റോറി പ്ലോട്ട്. അങ്ങനെ വരുമ്പോൾ മ്യൂസിക്കിനെ ഒരു ടൂൾ മാത്രം, ഇൻസ്ട്രുമെന്റ് മാത്രമായിട്ട് കാണുമ്പോൾ ക്യാൻ മ്യൂസിക് ബി ദ മെയിൻ എലിമെന്റ് എന്ന് പറഞ്ഞൊരു സെന്റർ പീസ് ആയിട്ട് അതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന മൂവീസോ പ്ലോട്ട്സോ ഇനി ഉണ്ടാവുമോ? That is what I said just now, that unless there is a musical, these things are not going to happen anymore. Will there be a musical? I don't know, because it is not for me to decide whether somebody wants to take up production based on music. But as a music composer who would want to compose music which will stand the test of time, of course I would love to. I would rather dream. Are you also thinking of something like that? I mean, I think I should be. But yet ഞാൻ വിചാരിച്ച രീതിയിലുള്ള അത്തരത്തിലുള്ള പ്രോജക്ട്സ് എൻ്റെ കയ്യിലേക്ക് വന്നിട്ടില്ല. ഇപ്പം ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് വിച്ച് ഇസ് എ വെരി ബിഗ് വൺ, ആൻഡ് ഐ ഹോപ്പ് ഐ മൈറ്റ് ഡു സംതിങ്. അല്ലല്ല, അതല്ല, അത് റിവീൽ ചെയ്യാറായിട്ടില്ല. sir, one of my questions is ഇത്രയും കേട്ടതിന് ശേഷം you've been a well-trained Carnatic singer as well as you've been a very accomplished film music director. ഏത് aspect ആണ് you identify yourself more with? Your career is as a film music director, but your training and I've read somewhere that there are famous ragas that you really adore. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ which is the role that you personally identify yourself more with? I think I love freedom. എനിക്ക് ഫ്രീഡം കിട്ടുന്ന എവിടെയാണോ അവിടെ ഞാൻ പറക്കും. അവിടെ ഞാൻ അറിയാതെ എനിക്ക് ചിറക് മുളയ്ക്കും. ഇപ്പം കർണാട്ടിക് മ്യൂസിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അവിടെയുള്ള ഫ്രീഡം വേറൊരു രീതിയിലാണ്. അവിടെ നമുക്ക് കൃതികളുണ്ട്, ഓൾറെഡി എക്സിസ്റ്റിംഗ് കൃതികളുണ്ട്. അതിൽ നമുക്ക് നിരവൽ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ രാഗം പാടാം, സ്വരങ്ങൾ പാടാം, അല്ലെങ്കിൽ രാഗം താനം പല്ലവി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റൻഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള സ്റ്റേജിൽ ഇരുന്നു കൊണ്ടുള്ള ക്രിയേറ്റിവിറ്റി അത് ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ മ്യൂസിക് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അത് ഇതുവരെ ഇല്ലാത്ത ഒരെണ്ണം ഉണ്ടാക്കുക എന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഡോക്ടർ എന്നെ കാണുമ്പോഴത്തേക്കും അപ്പോൾ മസിൽ ടെൻഷൻ വേദനകളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, സ്ട്രെസ് എങ്ങനെ വരാതിരിക്കും? കാരണം ഡയറക്ടർ പറയുന്നത് ഇതുവരെ കേൾക്കാത്ത ഒരു ഈണം ചെയ്യണമെന്നാണ്. എത്രയോ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സോങ്സ് ഉണ്ട്. അത് കേട്ടതൊന്നും അല്ലാത്ത ഒരു പുതിയ ഒരെണ്ണം നിങ്ങൾ ചെയ്യണം എന്നാണ്. അത് ആരാണെങ്കിലും കുറച്ച് സ്ട്രെസ് വരില്ലേ ഡോക്ടർ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കിയപ്പോൾ അത് ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അദ്ദേഹം പറയും ഇതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് ചെയ്തേ പറ്റൂ, അല്ലേ? വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ അത് അടുത്ത സ്ട്രെസ് അല്ലേ ഡോക്ടർ
എന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഗീതം നമ്മൾ സ്ട്രെസ്സായിട്ട് കാണുകയാണെങ്കിൽ അത് സ്ട്രെസ്സാണ്. പക്ഷേ ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ചലഞ്ച് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് മ്യൂസിക് കോമ്പോസിഷനാണ്. അത് എത്ര സ്ട്രെസ്ഫുൾ ആയാലും ഐ വോണ്ട് ടു ടേക്ക് ഇറ്റ് അപ്പ് ആൻഡ് കം അപ്പ് വിത്ത് ഫ്രൂട്ട്സ് വിത്ത് ഇറ്റ്. ജെറി അമൽദേവ് സാറായിട്ട് നമ്മളൊരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം, ഇപ്പോൾ ക്ലാസിക്കൽ ട്രെയിനിങ് ഉള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കറക്റ്റ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മ്യൂസിക് ഡയറക്ടറിന്റെ റോള് കുറച്ചുകൂടി എളുപ്പമാണ് ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിംഗറെ കിട്ടുക. എനിക്കതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് അത് എളുപ്പം എന്ന് പറയാൻ പറ്റില്ല. കാരണം അറിവ് ചില സമയത്ത് ഭാരമാണ്. അപ്പോൾ അത് ആവശ്യമില്ലായിരിക്കും. ഞാൻ പറയുന്ന കുറച്ചും കൂടെ ലൈറ്റർ ഒരു ആസ്പെക്റ്റ് ആയിരിക്കും. അതിനെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് അതിനെ കാണേണ്ട ആവശ്യമില്ലായിരിക്കും. ഒരു നോട്ട് പാടുമ്പോഴത്തേക്കും അതിനെ അത്രയും ഡീപ്പായിട്ട് പാടേണ്ടായിരിക്കും. അപ്പോൾ അറിവ് അത് പാടണമെന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് അത് പാടണ്ട എന്ന്. അപ്പോൾ അറിവ് ചില സമയത്ത് ഭാരമായിരിക്കും. അദ്ദേഹം പറഞ്ഞ കൃത്യമാണ്. അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഇങ്ങനെയും കാണാം എന്നാണ് ഞാൻ പറഞ്ഞത്. അനാവശ്യമായിട്ട് ഗമകമൊന്നും ഇടേണ്ട ആവശ്യം ഇല്ല, ഒട്ടുമില്ല. നമ്മുടെ അറിവ് ഏതോ ഒരു പാട്ട് ഞാൻ പണ്ട് ചെയ്തപ്പോഴത്തേക്കും, ആദ്യ കാലങ്ങളിൽ ചെയ്തപ്പോൾ, എനിക്ക് തോന്നുന്നു രജപുത്രൻ എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ടാണ്. അപ്പോൾ അത് ദാസാർ ഒരുപാട് ദിവസം ദാസാറിനെ വെയിറ്റ് ചെയ്തിട്ടാണ് അവസാനം പാടിയത്. അപ്പോൾ പാടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കുട്ടാ, നിന്റെ എല്ലാ കഴിവുകളും കാണിക്കേണ്ട ഒരു പാട്ട് ആയിട്ട് ഇതിനെ കാണരുത്. അതിന് വേണ്ടത് മാത്രം നീ കൊടുക്കുക. അതൊരു വലിയൊരു തത്വമാണ്. അപ്പം നമ്മൾ ഓരോ പാട്ടിലും നമ്മുടെ കംപ്ലീറ്റ് കഴിവുകൾ അതിനകത്ത് വരണം. ആൾക്കാർ ഇതെല്ലാം തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ അത് ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പാട്ടായിട്ട് മാത്രമേ മാറുള്ളൂ. അപ്പം നമ്മുടെ അറിവുകളെ ഷോക്കേസ് ചെയ്യേണ്ട ഒരു ഇടമല്ല. അതിനെന്താണോ വേണ്ടത് അത് മാത്രം കൊടുക്കുക. അതിൽ സമർത്ഥമായിട്ട് ചില മാജിക്കുകൾ ഒളിപ്പിച്ചു വയ്ക്കുക. ഇതാണ് ഒരു സംഗീത സംവിധായകൻ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ദാസേട്ടനെ പറ്റി പറയുന്നുണ്ട്, ദാസേട്ടന്റെ ശബ്ദം സ്റ്റുഡിയോയിൽ കേൾക്കാൻ പറ്റുക ഒരു അപൂർവം ഭാഗ്യമാണെന്ന് പല മ്യൂസിക് ഡയറക്ടേഴ്സും പറയാറുണ്ട്. അതേപോലെ കേട്ടിട്ടുണ്ട്, ദാസേട്ടൻ പാടുമ്പോൾ ഉള്ള ശബ്ദമല്ല, പുറത്തേക്ക് വരുമ്പോൾ എന്തോ ഒരു മാജിക് ഇൻ ബിറ്റ്വീൻ സംഭവിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹമായിട്ടുള്ളൊരു എക്സ്പീരിയൻസസ് ഒന്ന് പറയാമോ? സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കണം. അതാണ് നമുക്ക് എല്ലാവർക്കും, എനിക്ക് ആ ഭാഗ്യം ഉണ്ട്, എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഈവൻ ദോ അതിന് സാധ്യതയില്ലെങ്കിൽ കൂടി അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ പാട്ടുകളുടെ അതിൻ്റെ ട്യൂണ് ഞാൻ പാടി വയ്ക്കാറുണ്ട്, ഒരു ട്രാക്ക് പോലെ. അപ്പോൾ അത് കേട്ടിട്ടാണ് ദാസർ പാടാറ്. അപ്പോൾ ഞാൻ പാടി കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയ കോമ്പോസിഷൻ അല്ല, നീ കൊള്ളാം എന്നൊക്കെ എന്നോട് ഞാൻ തന്നെ പറയും. ചിലപ്പോൾ വെൽ ഡൺ മൈ ബോയ് എന്നൊക്കെ ഞാൻ തന്നെ പറയാം. പക്ഷേ ദാസാർ വന്ന് അത് പാടിക്കഴിയുമ്പോഴത്തേക്കും മോസ്റ്റ്ലി 99% ഫീലിംഗ് ഇസ് ഐ എം ഓഫ്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് എനിക്ക് തോന്നും. ആ രീതിയിൽ പാടും. ആദ്യം അദ്ദേഹം ആ പാട്ട് പഠിക്കാനായിട്ട് കുറേ സമയമെടുക്കും. അപ്പോഴൊക്കെ അദ്ദേഹത്തിന് അതിനെ വിടേണ്ട ആവശ്യമുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യല്ല. വൺസ് ഹീസ് ഇൻ ടു ദ സോങ് ദെൻ മാജിക് ഹാപ്പൻസ്. മാജിക് എന്ന് പറഞ്ഞാൽ റിയൽ മാജിക്കാണ്. ആ ശബ്ദത്തിൽ അത് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത, വാക്കുകളിലൊന്നും ഒതുക്കാൻ പറ്റാത്ത ഒരു എക്സ്റ്റസി അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യുൽ ബി ജസ്റ്റ് സ്പെൽ ബൗണ്ട്. കുറേ നേരത്തേക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ദാസാർ വന്ന് ഇവന് കുറച്ച് വെള്ളം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതിനകത്ത് പെട്ടുപോയി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് കുറേ നേരം വേണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇമോഷണൽ ഒരു യാത്രയായിട്ട് മാറുന്നത്, പ്രത്യേകിച്ചും ചില പാട്ടുകൾ, ചില ഇമോഷണൽ ബന്ധങ്ങളുള്ള പാട്ടുകൾ, എൻ്റെയും റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പല പാട്ട്. ഇപ്പോൾ അമ്മയായിട്ട് ബന്ധപ്പെട്ട അമ്മ മഴക്കാർ എന്നുള്ള പാട്ട്. അപ്പോൾ ഈ അമ്മ മഴക്കാർ പാടുന്ന അതിൻ്റെ പാതി അവസാനം അമ്മേ ഇനി ഉണരാൻ ഒരു മന്ത്രദീക്ഷ തരുമോ എന്നിങ്ങനെ വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ കരയാൻ തുടങ്ങി. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിപ്പോയി.
പിന്നെ അദ്ദേഹം ഫിനിഷ് ചെയ്ത് അവസാനത്തെ ഒരു പല്ലവിക്ക് പാടി ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ച് ആ കൺസോളിലേക്ക് വരുന്നത്. പിന്നെ കുറേ നേരം എനിക്ക് മിണ്ടാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം അദ്ദേഹം കൊണ്ടുവരുന്ന അതാണ്. അവിടെ നമുക്ക് വിവരിക്കാൻ പറ്റാത്ത ആണ്. നമുക്ക് ഒരിക്കലും വിവരിക്കാം. അത് നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ ഞാൻ പറയുന്നത് എന്താണ് എന്ന്. ഇതിൽ 1% പോലും എക്സാജറേഷൻ ഇല്ല. ദൈവം നേരിട്ട് വന്ന് അവതരിക്കുന്ന പോലെയുള്ള തോന്നലുണ്ടാവും. മിസ് ചെയ്യുന്നില്ലേ ഇപ്പൊ പാടിക്കാൻ പറ്റാത്തത്? തീർച്ചയായിട്ടും അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വരാത്തത് എന്ന് ഞാൻ ഓർക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. പക്ഷേ സർട്ടൻലി ഐ മിസ് ഹിം എ ലോട്ട്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടസിലാണ് ഈ ലിറിസിസ്റ്റും മ്യൂസിക് കമ്പോസർ എന്നല്ലേ. പണ്ടൊക്കെ എന്താ ONV നല്ലൊരു പാട്ട് എഴുതും, then അതിന് സംഗീതം കൊടുക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലൊരു കോമ്പോസിഷൻ വരും, അതിനോട് പാട്ട് എഴുതാൻ പറയും. അത് ഇടയ്ക്ക് ഞങ്ങള് ഇതേപോലെ ഒരു ഡയലോഗിൽ ഫിൽമാർ സാറിനോട് ചോദിച്ചപ്പോൾ അതേ കാര്യം പറയുന്നുണ്ടായിരുന്നു. അത് ചിലർക്ക് അതൊരു ഈഗോ ഹർട്ടാകും. ഞാൻ അതിനെ ഈ കോമ്പോസിഷനിൽ എഴുതുന്നത് എന്റെ പാട്ടിന് ഏറെ സംഗീതം കൊടുക്കുകയല്ലേ വേണ്ടത്. ഈ ഒരു താതാത്മ്യം എങ്ങനെയാണ് ലിറിസിസ്റ്റുമായിട്ട്? എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ടസിൽ ആ വാക്കിൻ്റെ അർത്ഥത്തിൽ ഒരു ലിറിക് റൈറ്ററുമായിട്ടും ഉണ്ടായിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ എന്നോട് ഡയറക്ടർ പറയുന്ന പോലെ തന്നെ അങ്ങോട്ട് പറയാനും തിരിച്ചു പറയാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ നല്ലൊരു പാട്ടുണ്ടാവുള്ളൂ എന്നുള്ളൊരു സത്യമാണ്. എൻ്റെ മ്യൂസിക് കൊണ്ട് മാത്രം നല്ല പാട്ടുണ്ടാവില്ല. ലിറിക്ക് ഇപ്പോൾ ഇലുമിനാറ്റി എന്ന് പറഞ്ഞ പാട്ടെടുത്താലും നമ്മളെല്ലാം സംസാരിക്കുന്നത് ഇലുമിനാറ്റി എന്നാണ്, അല്ലാതെ അതിൻ്റെ ഏതെങ്കിലും സ്വരങ്ങളല്ല നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ കോഡ് പ്രൊഗ്രഷൻസോ അല്ലെങ്കിൽ അത് ഏത് ജോണറിലുള്ള മ്യൂസിക് ആണെന്നുള്ളതല്ല. അപ്പോൾ ആ വാക്കാണ് നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്ഥിരപ്രതിഷ്ഠ നേടുന്നത്. അപ്പോൾ ഏത് കാലത്തെ പാട്ടുകളാണെങ്കിൽ ഇപ്പോൾ പ്രമദവനം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും പ്രമദവനം എന്ന് പറയാം, അല്ലെ ഹരിമുരളീരവം എന്ന് പറയാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ വാതുക്കൽ വെള്ളരിപ്രവം എന്ന് പറയാം. അപ്പോൾ മ്യൂസിക് എന്ന പോലെ ലിറിക്സും കൂടെ രണ്ടും കൂടെ വേണ്ട രീതിയിൽ വീണ്ടും പടി ചേരുമ്പോൾ മാത്രമാണ് പാട്ടാവണം. ആ പാട്ടാണ് നമ്മളെ പാട്ടിലാക്കേണ്ടതും. അപ്പോൾ ആ പാട്ടിലേക്ക് കടക്കുമ്പോൾ ഒരു ഈഗോ ഇല്ലാത്ത പ്രതലത്തിൽ രണ്ടുപേരും വർക്കേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തും. ഇപ്പോൾ പക്ഷേ സംഗീത സംവിധായകൻ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മലയാളത്തിൽ തന്നെയാണ് ഈ പാട്ട് എഴുതേണ്ടത് എന്നുള്ള ഓർമ്മ ഉണ്ടാവുന്നത് എപ്പോഴും എനിക്ക് വളരെ നല്ലതായിരിക്കും എന്ന് ഞാൻ എന്നോട് പറയാറുണ്ട്. ഇപ്പം ഞാൻ തത 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 എന്ന് ഞാനൊരു ട്യൂൺ ഇട്ട് കഴിഞ്ഞാൽ അതിനെന്താ എഴുതാനാണ്? നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ടടം ടരരതും ടരരതും എന്നൊരു ട്യൂണാണെന്ന് വെച്ചോ. അത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഭാഷ, ആ ഭാഷയെ ഈ ഒരു വാക്കും രണ്ട് അക്ഷരമൊക്കെ ഉള്ള വാക്കുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് ചെയ്താലും അതിന് ഒരു ആർട്ടിഫിഷ്യൽ ടോൺ ഉണ്ടാകും. അപ്പോൾ ആ ഭാഷയും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഏത് ഭാഷയിലാണ് സംഗീതം ചെയ്യുന്നത് അത് സിനിമാറ്റിക് ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. വരികൾക്കാണോ സംഗീതം? അതാണോ, ആ രീതിയാണോ ഫോളോ ചെയ്യാറ്? വരികൾ എഴുതിയിട്ട് അതിന് സംഗീതം നൽകുന്ന രീതിയാണോ? അത് ദേവരായ മാസ്റ്ററും ദക്ഷിണാമൂർത്തി സ്വാമിയും ബാബുക്കൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലായിരുന്നു അങ്ങനെ. അത് കഴിഞ്ഞിട്ട് അതിനൊക്കെ വളരെയധികം സൽ ചൗധരി സാറ് അദ്ദേഹം ഒരിക്കലും ലിറിക്കിന് മ്യൂസിക് ചെയ്തിട്ടില്ല. എപ്പോഴും ഈണം. അക്കാലത്ത് തന്നെ അദ്ദേഹം ഒരു പുതിയ ഒരു ബ്രാൻഡായിട്ട് വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ആ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ അത് ഈണത്തിന് എഴുതിയ പാട്ടാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പ്രമദവനം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, അത് ആദ്യം ഇതാണോ ആദ്യം അതാണോ എന്നുള്ളതല്ല, പാട്ടെങ്ങനെയുള്ളതാണെന്നുള്ളത്, പാട്ടെങ്ങനെ ഉരുത്തിരിയുന്നു, അത് ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ഏത് പ്രൊസീജിയർ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാലും അത് അവസാനം വിജയമാവുക എന്നുള്ളതാണ്. അപ്പം വരികൾക്ക് സംഗീതം കൊടുക്കുന്നതാണ് രണ്ടും എളുപ്പമല്ല. അത് ഉരുത്തിരിയുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഹാപ്പൻസ്, കോമ്പോസിഷൻ ഹാപ്പൻസ്. യു ഡോണ്ട് നോ ഹൗ ആൻഡ് വൈ ആൻഡ് വാട്ട് ദ ജേർണി ഈസ് ഓൾ അബൌട്ട്. ഒരുപാട് ഇങ്ങനത്തെ ഇക്വേഷൻസ്, ഭയങ്കര നല്ല ഇക്വേഷൻസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് സൗന്ദര്യപടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ ബന്ധത്തെ കുറിച്ചൊന്ന് പറയാമോ? ഗിരീഷ് ചേട്ടനായിട്ട് ഭയങ്കര സ്നേഹമായിരിക്കും. ഒരു നിമിഷം കെട്ടിപ്പിടിച്ചിരിക്കും,
അടുത്ത നിമിഷം തള്ളി നീക്കി ഇറങ്ങിപ്പോടാന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഗിരീഷേട്ടനെ ചേട്ടനെ പോലെ കാണുന്നതുകൊണ്ട് നമുക്ക് തമ്മിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടായിരുന്നു. എനിക്ക് എന്തും പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ റഫീഖ് അഹമ്മദ് ആണെങ്കിലും, അല്ലെങ്കിൽ ഹരിനാരായണൻ ആണെങ്കിലും, സന്തോഷ് വർമ്മയാണെങ്കിലും, ഇപ്പോൾ വിനായക് ശശികുമാർ ആണെങ്കിലും, ഇങ്ങനെയുള്ള എല്ലാവരും, രാജീവ് ആലങ്കരാണെങ്കിലും, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കൈതപ്പുറം സാറാണെങ്കിലും, സാർ എന്നെക്കാളും എത്രയും സീനിയറാണ്. പക്ഷേ വർക്ക് ചെയ്യുന്ന സമയത്ത് റെസ്പെക്റ്റ് എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ അതൊരു ഇക്വിലിബ്രിയം, അത് ഒരു ഈക്വൽ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടാണ്. ആ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ പാട്ട് നന്നാവുള്ളൂ. സിറ്റുവേഷൻ എന്താ വെച്ചാൽ, ഞാൻ ചേട്ടനോട് പറയും ഇതല്ല എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ചില ഡമ്മി ലിറിക്സ് ഒക്കെ പാടിക്കൊടുക്കും. അപ്പോൾ പറയും നീ ആരാ, ഗിരീഷ് കുട്ടഞ്ചേരിയോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയും എന്നാൽ നീ എഴുതിക്കോ, ഞാൻ എന്തിനാ എഴുതണേ പറഞ്ഞാൽ ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ ഇറങ്ങിപ്പോടാന്ന് പറയും. പക്ഷെ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും പറയും മുത്തേ ഞാൻ നിൻ്റെ ചേട്ടനല്ലേടാ ഇത് വെച്ച് എന്ന് പറഞ്ഞിട്ട് പാട്ട് എഴുതി തരാം. അപ്പോൾ അങ്ങനെ ഭയങ്കര വാത്സല്യത്തിൻ്റെ, വളരെ അധികം സ്നേഹത്തിൻ്റെ ഒരുപാട് ഏടുകളുണ്ട് എൻ്റെയും ഗിരീഷേട്ടൻ്റെയും പാട്ട് ജീവിതത്തിൽ ഒന്നിച്ചുള്ളത്. അത് പല രീതിയിലാണ്. ഇപ്പം കൈതപ്പുറം സാറ് ഒരു ദിവസം നമ്മൾ രാത്രിയിൽ കമ്പോസ് ചെയ്യും. അപ്പോൾ തുറയിലുള്ള ഒരു പാട്ടാണ്. ഇതാണ് ട്യൂൺ. അതിപ്പോൾ എൻ്റെ മനസ്സിൽ ചുമ്മാ ഇങ്ങനെ തോന്നിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഡയറക്ടർ കേൾപ്പിച്ചു. ഡയറക്ടർ ഇത് കൊള്ളാം, ഒരു വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കൈതപ്പുറം സാറിനെ ഇത് ഒറ്റ പ്രാവശ്യം കേൾപ്പിച്ചുള്ളൂ. അപ്പോൾ കൈതപ്പുറം സാർ പറഞ്ഞു ഒന്ന് ജയൻ ഇങ്ങനെ പാടി നോക്ക്. ചന്ദ്രനെ കയ്യിലെടു തോലക്കുട ആക്കി വയ്ക്കാം, ഓലക്കുട മറച്ചു വെച്ച് തോണിയുമാക്കാം. അപ്പോൾ ചന്ദ്രനെ കയ്യിലെടുത്തോലക്കുടയാക്കി വെക്കാം, ഓലക്കുട മറിച്ചു വെച്ച് തോണിയുമാക്കാം എന്ന് പാട്ടായി. അപ്പോൾ ഒരു ഇൻസ്റ്റന്റിൽ സംഭവിക്കുന്നതാണ് ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് ഭയങ്കര മാജിക്കാണല്ലോ. അതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതുപോലെ ഗിരീഷേട്ടനും രമേശൻ നായർ സാറൊക്കെ വളരെ അത്ഭുതമായിട്ട് പല പാട്ടുകളും ഇതുപോലെ ഞാൻ വർക്ക് ചെയ്ത ഓരോരുത്തരുടെ, ഇപ്പം ഞാൻ പറഞ്ഞ റഫീഖ് ആയാലും, സന്തോഷ് വർമ്മ ആയാലും, ഹരിനാരായണൻ, എല്ലാവരും എനിക്ക് ഈ രീതിയിലുള്ള മാജിക്ക് പകർന്ന് തന്നവരാണ്. തീർച്ചയായിട്ടും ചെറിയ മലയാള സിനിമയിൽ സംഗീതം കേൾക്കുന്നവരിടയിൽ എപ്പോഴുള്ള ഒരു ഡിബേറ്റ് ആണ് യേശുദാസ് സാറാണോ അല്ലെങ്കിൽ പി ജയചന്ദ്രൻ സാറാണോ ബെസ്റ്റ് എന്നുള്ളൊരു ഇത്. സാറിന്റെ ടേക്ക് എങ്ങനെയാണ് അതിൽ? എല്ലാവർക്കും ഓരോ രീതിയിൽ, ഇതൊരു ഡിപ്ലോമാറ്റിക് ആൻസർ ആയിട്ട് കാണരുത്. ഓരോരുത്തർക്കും ആരെങ്കിലും മറ്റൊരാളെക്കാളും നല്ലത് അല്ലെങ്കിൽ ഗ്രേറ്റർ എന്ന് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. യേശുദാസ് സാറിന് ചെയ്യാൻ പറ്റുന്നത് യേശുദാസ് സാറിന് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ജയേട്ടന് ചെയ്യാൻ പറ്റുന്നത് ജയേട്ടന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് യേശുദാസ് സാറാണ്. അത് ജയേട്ടൻ്റെ അടുത്തുള്ള എല്ലാ റെസ്പെക്റ്റും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. അത് ജയേട്ടനാണ് പാടേണ്ടതെന്ന് തോന്നിയപ്പോൾ ജയേട്ടനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആലാപനത്തെ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ഒരുപാട് സ്നേഹിച്ച ഒരാളെന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ആ പാട്ടുകളൊന്നും യേശുദാസ് സാറല്ല പാടിയത്. ദാസ് സാർ പാടേണ്ട പാട്ടുകൾ അദ്ദേഹം മാത്രമാണ് പാടിയിരിക്കുന്നത്. സാർ, ഈ കവിതയും പാട്ടിനെയും തമ്മിൽ നമ്മൾ ഒരിക്കലും ഇക്വേറ്റ് ചെയ്തെന്നുള്ളതാണ്. അത് ഗാന കവിതയാണ്. ഇപ്പോൾ നീ ഉറങ്ങുന്ന നിരാലംബശയിൽ നിർനിദ്രമീ ഞാൻ ഒഴുകി രാഗപരാഗമുലർത്തുമാ തേൻ ചുടി പൂവിലൻ നാദം മെഴുകി എന്ന് എഴുതുന്നത്. അപ്പോൾ അത് ഗാന കവിതയാണ്. ദാറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. പക്ഷെ ഇത് ചിലപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഓഡിയൻസിന് ചിലപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അൺലെസ് ആൻഡ് അൺടിൽ ദ ഫിലിം റിക്വയർസ് സച്ച് എ ജേർണി വിത്ത് ദ ലിറിക്സ് ആൻഡ് ദ മ്യൂസിക്. അതാണ്. അപ്പോൾ അവിടെ നമ്മൾ such songs are the ones cherished and heard over and over again, even when they won't work out now. ഐറണിനെ എങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഐറണിയാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ മാത്രമേ. പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ പഴയ പോലെ അല്ല. അത് ഇപ്പം നമ്മുടെ നമ്മളൊക്കെ ജനറേഷൻ എക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ജനറേഷൻ ആൽഫയിലോട്ട് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും.
അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും ഒരു സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ ബാല്യ കാലങ്ങളിൽ നമ്മൾ കേട്ട പാട്ടുകളുടെ രീതികളായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടം. അതിപ്പോൾ എൻ്റെ മകൻ്റെ അവന് ഈസ് 29 years old now. അപ്പോൾ അവൻ പറയുന്ന പാട്ടുകൾ അവൻ്റെ കാലങ്ങളിലുള്ള പാട്ടുകളെ പറ്റിയായിരിക്കും. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഇതേ കാലഘട്ടത്തിൽ. അപ്പോൾ അതൊരു സൈക്കോളജിയാണ്. നമ്മളത് ഏറ്റവും ഇഷ്ടപ്പെടുകയും അതാണ് ഐഡിയൽ സിറ്റുവേഷൻ എന്നും നമ്മൾ വിചാരിക്കുന്നത്. അത് നമ്മുടെ ഒരു കംഫർട്ട് സോണാണ്. അപ്പോൾ നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് മാറാനായിട്ട് നമ്മുടെ ജനറേഷൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് സത്യം കൂടി ഈ അവസരത്തിൽ വരച്ചു കാട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ വി ഹാവ് ടു മൂവ് ഓൺ എന്നുള്ള രീതിയിലാണ്. ഇതുപോലെ അപർണയെ പോലെ തന്നെ അത്തരം പാട്ടുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ബട്ട് ആസ് എ മ്യൂസിക് കമ്പോസർ ഐ തിങ്ക് ഇറ്റ് ഇസ് ടൈം ഫോർ എവറിബഡി ടു മൂവ് ഓൺ ആൻഡ് ഓൺ. ഗോയിങ് ഫോർവേഡ് ദ പ്രോഗ്രഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആക്സിലറേഷൻ വേണമെന്നുള്ളതല്ല, പക്ഷേ കാലത്തിനനുസരിച്ചുള്ള നീതിപൂർവമായ മാറ്റങ്ങൾ നമ്മൾ ഓരോ ജനറേഷനിലുള്ള ആൾക്കാർക്കും അത് ഫലപ്രദമായിട്ട് കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രമേ ആർട്ട് അതിൻ്റെ രീതിയിൽ നിൽക്കുള്ളൂ. ഇപ്പോൾ സിനിമാ സംഗീതം ഒരു ആർട്ടായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ആൻഡ് അതൊരു അപ്ലൈഡ് മ്യൂസിക്കായിട്ട് പറയാം. ഇപ്പോൾ അപ്ലൈഡ് സയൻസ് ആണ് എൻജിനീയറിങ് എന്ന് പറഞ്ഞ പോലെ അപ്ലൈഡ് മ്യൂസിക്. ONV സാർ എപ്പോഴും പറയും അപ്ലൈഡ് പോയിട്രിയാണ് നമ്മുടെ സിനിമയിലുള്ളതെന്ന് പറയാം. അപ്പോൾ ആ ആപ്ലിക്കേഷനാണ് വേണ്ടത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഓരോ കാലത്തിനും ഓരോ രീതിയിലായിരിക്കും. സിനിമ ഒരു അൾട്ടിമേറ്റ്ലി ഒരു കമേഴ്ഷ്യൽ മീഡിയമാണ്. അപ്പോൾ ആൾക്കാർ തിയേറ്ററിൽ വരികയും ഈ സിനിമ കാണുകയും പാട്ട് ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് ആ കമേഴ്ഷ്യൽ വിജയങ്ങൾ ഉണ്ടാവുക. അപ്പോൾ കമേഴ്ഷ്യൽ വിജയങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ ഫോർമുല കൃത്യമായിട്ട് ആർക്കും പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പടങ്ങളും എല്ലാവരും ചെയ്യുന്ന പാട്ടുകളും എല്ലാം ഹിറ്റായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഓരോ കാലങ്ങളിലും മാറിക്കൊണ്ടിരിക്കും. ആ മാറ്റങ്ങളെ നമ്മൾ അറിയുക. അല്ലെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് അപ്പുറത്തെ ഡെസ്റ്റിനേഷനിൽ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ അപ്ഡേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിയാലിറ്റി ഷോസിൻ്റെ കാര്യം പറയുമ്പോൾ യു ഹാവ് ഗോൺ ആസ് ജഡ്ജ് ഫോർ മെനി റിയാലിറ്റി ഷോസ്, സിംഗിങ് ഷോസ്. അതിനെപ്പറ്റി ആ ട്രെൻഡിനെ പറ്റി ഒന്ന് പറയാമോ? ഹാസ് ഇറ്റ് ആക്ച്വലി ഹെൽപ്ഡ് ഇൻ ബ്രിങ്ങിങ് ഫോർത്ത് ടാലൻറ്റ്സ്? ബിക്കോസ് ദെർ ആർ സോ മെനി പീപ്പിൾ ഹു ഹാവ് മെയ്ഡ് ദെയർ മാർക്ക് ത്രൂ റിയാലിറ്റി ഷോസ് ഹിയർ ആസ് വെൽ ആസ് നാഷണലി. അപ്പോൾ ആ ഒരു ട്രെൻഡിനെ കുറിച്ച് ഒന്ന് പറയാമോ? റിയാലിറ്റി ഷോസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഐ ബി വെരി പ്രൗഡ് വെൻ ഐ സേ ദറ്റ് ഐ വാസ് പാർട്ട് ഓഫ് ദ വെരി ഫസ്റ്റ് ഐഡിയ സ്റ്റാർ സിംഗർ. ശരിക്കും ആ ഐഡിയ സ്റ്റാർ സിംഗർ എന്നുള്ള കോൺസെപ്റ്റ് അവിടെ ഉണ്ടാവുന്നതിൽ ഞാനൊരു വലിയൊരു ഭാഗമായിരുന്നു. പിന്നെ പല ആൾക്കാരും അത് അവരുടേതാണ് ഈ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞിട്ട് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ജനറേഷനെ വളരെ നന്നായിട്ട് നമുക്ക് ഗ്രൂം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇത്രയും വർഷത്തെ പഴയ കാലം തൊട്ട് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് കുട്ടികൾക്ക്, പ്രത്യേകിച്ചും കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, ഈ ഫ്ലവേഴ്സിൽ ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞ പരിപാടിയിലൊക്കെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ, അവർ പാടുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത്യപൂർവമായിട്ട് തോന്നുന്ന ടാലൻസ് ഉണ്ട്. അവരെയൊക്കെ നമ്മുടെ ഏതെങ്കിലും ഒരു ചെറിയ വാക്കിലൂടെ അല്ലെങ്കിൽ ചെറിയൊരു അഡ്വൈസിലൂടെ അവരെ ഗ്രൂം ചെയ്ത് അവരെ നാളത്തെ നല്ല പാട്ടുകാരാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് ടാലൻസ് ഉണ്ടെന്ന് അത്ഭുതം തോന്നും നമുക്ക് ടാലൻസിനെ അവരെ കേൾക്കുമ്പോൾ. ഈ 5, 6, 7 വയസ്സുള്ള കുട്ടികൾ, അവർക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടാ, ഈ സ്വരം എന്താണെന്ന് അറിഞ്ഞൂടാ, അതിൻ്റെ മ്യൂസിക് ആര് ചെയ്തെന്ന് അറിഞ്ഞൂടാ, ലിറിക് എന്താണെന്ന് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ പാടുന്ന കേൾക്കുമ്പോഴത്തേക്കും ഇതെല്ലാ എക്സ്പ്രഷൻസോട് പാടുമ്പോഴത്തേക്കും നമുക്ക് അത്ഭുതം തോന്നും. അവിടെ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നുമേ അല്ലെന്ന്. അപ്പോൾ ടാലൻ്റാണ്. അപ്പോൾ ആ ടാലൻറ്റിനെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഞാൻ എൻ്റെ ഏറ്റവും പരമാവധി ശ്രമിക്കുന്നത് ഇത്തരം റിയാലിറ്റി ഷോസിലൂടെയാണ്. അപ്പം അത് വളരെയധികം സന്തോഷം. പക്ഷെ അതിൽ നിന്ന് ടാലന്റ് ഹണ്ടിങ് നടക്കുന്നില്ല. ബിക്കോസ് ഐ തിങ്ക് ശ്രേയ ഘോഷാൽ ഇസ് ദി ഓൺലി വൺ നാഷണലി ആൻഡ് അരിജിത്ത്, മ്യൂസിക് ഡയറക്ടർ അരിജിത്ത്. അതല്ലാണ്ട് നോട്ട് മെനി ഹാവ് കം. ഇവിടെ കേരളത്തിൽ പോലും ആ ഒരു ടാലന്റ് ഹണ്ട് ആ ഒരു പ്രോസസ്സിൽ കേരളത്തിലാണെങ്കിലും നജീം ഇർഷാദ് അങ്ങനെ വന്നതാണ്, മൃദുല വാര്യർ അങ്ങനെ വന്നതാണ്, അത് പല ആൾക്കാരും വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ ലക്കിൻ്റെ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, നമ്മുടെ ടാലൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ സ്വയം നമ്മളെ ബോധിപ്പിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് റിയാസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്കത് സാധിക്കുന്നു, അത് വേറെ ഘടകങ്ങൾ കൊണ്ടാണ് സാധിക്കാത്തത്. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം എനിക്ക് ഷുവറായിട്ടും പറയാൻ പറ്റും,
അവർക്ക് പതുക്കെ ആൻഡ് ദേ ഹാവ് ടൈം ഓൾസോ. എന്ന് പറഞ്ഞാൽ 8 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും ഒരു 12 വർഷം മുന്നോട്ട് പോയിട്ട് മാത്രമാണ് അവർ പ്ലേ ബാക്ക് സിംഗിങ്ങിനെ പറ്റിയൊക്കെ ആലോചിക്കേണ്ടത്. ആ സമയത്തേക്ക് അവർക്ക് നന്നായിട്ട് സജ്ജമാവാൻ പറ്റും. പക്ഷേ ഈ റിയാലിറ്റി ഷോയില് ഇസ് ഇറ്റ് ഓൺലി അബൌട്ട് മ്യൂസിക്? ബിക്കോസ് ഒരു ടി വി ചാനൽ ഷോ നടക്കുന്നത് കുറെ കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് വരും, ഒരു നെസസറി ഡ്രാമ ആഡ് ചെയ്യുന്ന ഒരു തോന്നലും ഉണ്ടാകുന്നുണ്ട് അവിടെ. സോ ഈസ് ഇറ്റ് ഓൺലി അബൌട്ട് മ്യൂസിക് ഓർ ഈസ് ഇറ്റ് മോസ്റ്റ്ലി അബൌട്ട് മേക്കിംഗ് മണി? അല്ല, നമ്മുടെ ഫാമിലിയിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഡ്രാമയുണ്ട് ദിവസവും നമ്മൾ നോക്കുമ്പോൾ ഇല്ലേ. അപ്പോൾ ഡ്രാമ ഇല്ലാത്ത ഒരു സ്ഥലമില്ല. അപ്പോൾ ഒരു ഫാമിലി, അതും ഫാമിലിയാണ്. അത് ഫാമിലി ആകുമ്പോൾ ചിലപ്പോൾ തമാശ പറയും, ചിലപ്പോൾ ഡ്രാമ കാണിക്കും, ചിലപ്പോൾ ഇമോഷണൽ എലിമെൻറ്റ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് എന്നെ പറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മ്യൂസിക്കൽ വാല്യൂവിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഏത് ഒക്കെ റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ടുണ്ടോ അവിടെയൊക്കെ എൻ്റെ കമൻസും എൻ്റെ ഇടപെടലും ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും മ്യൂസിക്കിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ മാത്രമേ നിൽക്കുള്ളൂ എന്നുള്ളത് ഷുവറാണ്. ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ, ഇവിടെ ഡ്രാമ ആഡ് ചെയ്യണം, assumption ആണ് everything is set എന്ന്. ഒരു സ്ക്രിപ്റ്റ് അങ്ങനെ വല്ല സ്ക്രിപ്റ്റ് വല്ലതും പല ആൾക്കാരും ചോദിക്കാറുണ്ട്, അതായത് ഇതൊക്കെ നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടാണോ ഈ കുട്ടികൾ പാടുന്നത്, അവരുടെ പിച്ചൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണോ? ഞാനിതുവരെയും പോയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോയിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. എല്ലാം ലൈവാണ്. അതിലൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ആരും പിച്ച് കറക്റ്റ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അത് ഒരു കാര്യം. രണ്ടാമത്, ചില ഇൻസ്റ്റൻസസിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ചെയ്താൽ ആ കുഞ്ഞിനോട് ഇങ്ങനെ ചോദിച്ചാൽ നന്നായിരിക്കില്ലേ എന്ന് ചോദിക്കുക. അത് ഒരു ഷോ, ഇത് ഷോ ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ആ ഷോ അതിനകത്തുണ്ടാവും. ദാറ്റ് ഇസ് പാർട്ട് ആൻഡ് പാർസൽ. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇത് 100% അങ്ങനെയാണെന്നും ഒരു സ്ക്രിപ്റ്റിൽ അങ്ങനെയൊന്നുമല്ല. പല കാര്യങ്ങളും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരു സ്ക്രിപ്റ്റും ഇല്ലാതെ പല സിറ്റുവേഷൻസും ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിലൊക്കെ ചിലപ്പം കണ്ണു നനഞ്ഞ മുഹൂർത്തങ്ങളുണ്ട്, ചിലർക്ക് ഭയങ്കരമായിട്ട് ചിരിച്ച് അവിടെ ഇരിക്കാൻ പറ്റാത്ത രീതിയിലുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഓടിക്കളിച്ച് അവരുമായിട്ട് ക്രിക്കറ്റ് കളിച്ച മൊമെന്റ്സ് പോലെ ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ്. അപ്പോൾ അതൊന്നും സ്ക്രിപ്റ്റ് അല്ല. ഷോ എന്ന് പറയുന്ന ഒരു എലമെന്റ് അംഗീകരിക്കുമ്പോഴും ഇറ്റ്സ് ട്രൂ, താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ടാലൻസ് വരുന്നുണ്ട്. പക്ഷെ അതിലൊരു ഓവറായിട്ട് കുട്ടികളെ പുഷ് ചെയ്യുന്ന ഒരു സംഭവമില്ലേ? അതായത് മൈ പോയിന്റ് ഈസ്, ഒരു 80s-ലും 90s-ലും ഒക്കെ യൂത്ത് ഫെസ്റ്റിവലുകളിലൊക്കെ കുട്ടികളെ ഇങ്ങനെ പുഷ് ചെയ്ത് വിട്ടുകൊണ്ടിരുന്ന അച്ഛനമ്മമാരുടെ അതേ മെന്റാലിറ്റിയോടെയാണ് റിയാലിറ്റി ഷോയിലേക്ക് കുട്ടികളെ ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും അവിടെ പോയി രക്ഷപ്പെടുക എന്നുള്ളൊരു സാധനം. ആക്ച്വലി നമുക്ക് അത്രയും വലിയൊരു ടാലന്റ് പൂൾ ഉണ്ടോ? ഐ എം നോട്ട് സെയിങ് ദേ ആർ നോട്ട് ടാലന്റഡ്. പക്ഷെ ഈ ടാലന്റ് പൂൾ മാത്രമാണോ കുട്ടികളെ കോൺസ്റ്റന്റ്ലി പുഷ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റും ഇല്ല? ഇപ്പൊ ടാലന്റ് പൂളിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നും സർ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതല്ല. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പുതിയ റിയാലിറ്റി ഷോയിൽ ഞാൻ ബന്ധപ്പെട്ട് ഇരിക്കുമ്പോൾ അതിൽ 60 പേര് ആണ് 1200 പേരിൽ നിന്നോ ആണ് ഈ 60 പേരെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ 60 പേരിൽ നിന്ന് 20 പേരെ സെലക്ട് ചെയ്യുന്ന ഇടത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുമ്പോഴത്തേക്ക് ഈ 60 പേരിൽ ഒരു 50 പേരും അസലായിട്ട് പാടും. എനിക്ക് അത്ഭുതം തോന്നി. ഐ നെവർ എക്സ്പെക്റ്റഡ്. അപ്പം നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് പോലെയല്ല, ടാലൻറ്റ് പൂൾ ഉണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ വർഷങ്ങളായിട്ട് ഇത് കാണുകയും അവരുടെ വളരെ കൊച്ചിലെ തന്നെ അവർക്ക് ഇത് കാണുമ്പോൾ മ്യൂസിക് പഠിക്കണം എന്ന് ആഗ്രഹം വരുന്നു, പഠിച്ചു തുടങ്ങുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ടാലൻറ്റ് പൂൾ ഉണ്ടാവുന്നു. അങ്ങനെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ടായിട്ട്, ഒരു ക്ലോസ് ലൂപ്പായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിൽ വന്ന കുട്ടി പറഞ്ഞു, കഴിഞ്ഞ 5 സീസണായിട്ട് ഞാനിത് കാണുന്നുണ്ട് എന്നൊരു ചെറിയ കുട്ടി പറയാണ്. പണ്ട് മുതലേ കാണുന്നുണ്ടെന്ന് 7 വയസ്സായ ഒരാൾ പറയാം. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ അവരെ അത് വല്ലാണ്ട് അവരുടെ മനസ്സിൽ കയറുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ. അപ്പോൾ ടാലൻറ്റിൻ്റെ പൂള് അങ്ങനെയാണ്. അപ്പോൾ അതിൽ മാക്സിമം ഒരു സത്യസന്ധത ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനു വേണ്ടി നിൽക്കുന്ന ഒരാളും കൂടിയാണ്. എല്ലാ റിയാലിറ്റി ഷോസും അങ്ങനെ തന്നെയാണോ? ഞാൻ അറിഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും അതിലുണ്ടായിട്ടുള്ളതിലും എല്ലാം ആ രീതി തന്നെയാണ്. ശ്രേയ ഘോഷാലിനെ പറ്റി ആദ്യം പറഞ്ഞു. ശ്രേയ ഘോഷാലിനെ ഏറ്റവും അധികം മലയാളത്തിൽ പാടിപ്പിച്ചിട്ടുള്ളത് ഒരു പക്ഷേ താങ്കൾ തന്നെയായിരിക്കും. എന്താ അവരുടെ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? അവരെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യിക്കുന്നത് എന്താണ്? ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ശ്രേയ എന്ന് പറയുന്ന ഒരു ലിവിങ് ലെജൻഡാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാലൻ്റാണ് എന്നെ ഇഷ്ടപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ അവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു കെമിസ്ട്രി, ഒരു സംഗീത സംവിധായകനും ഗായികയും ഒന്നിച്ചു ചേരുമ്പോഴുണ്ടാകുന്ന കെമിസ്ട്രി ഉണ്ട്.
അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ വളരെ പേഷ്യൻ്റായിട്ട് എന്നെ കേൾക്കുകയും പാട്ട് പഠിക്കുകയും പാട്ടിൻ്റെ ഹൃദയം തൊട്ട് പാടുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം പോലും എനിക്കതിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് ആരിൽ നിന്ന് 100% കിട്ടില്ല. യേശുദാസ് സാറിൽ നിന്ന് നിയർ 100% എനിക്ക് കിട്ടിയിട്ടുണ്ട്, ചിത്ര ചേച്ചിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ജേട്ടനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പല ആൾക്കാരുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നവീന കാലത്ത് എനിക്കത് കിട്ടുന്നത് ശ്രേയയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. അവരൊരു ഓത്തൻറ്റിക് ആയിട്ടൊരു മ്യൂസീഷ്യനാണ്, ഒരു വെറും പാട്ടുകാരിയല്ല, ഒരു നല്ലൊരു മ്യൂസീഷ്യനാണ്. ആൻഡ് ഷീ അണ്ടർസ്റ്റാൻഡ്സ് വാട്ട് ഇറ്റ് ഇസ്. ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഇതെന്താണ്, ഞാൻ എവിടെയാണ് ഞാൻ അത് കൊടുക്കേണ്ടത്, എവിടെ കൊടുത്താലാണ് അവിടെ ടച്ച് ചെയ്യാൻ പറ്റണേ എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. അത് ഏത് ടൈപ്പ് ഓഫ് സോങ് ആയാലും, ഏത് ജോൺറയിലുള്ള പാട്ടായാലും, ജെനസിലുള്ളതായാലും, അത് അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് അവർ ഇന്ന് അവരിയ്ക്കുന്ന ഒരു സീറ്റിൽ അവരിയ്ക്കുന്നതെന്ന് തോന്നുന്നു. താങ്കളുടെ ചോയ്സ് ഓഫ് സിംഗേഴ്സ് പലപ്പോഴും സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വിദ്യാധര മാഷയെ കൊണ്ട് പാടി, എങ്ങനെയാണ് അദ്ദേഹത്തെ ചൂസ് ചെയ്യാനുള്ള കാരണം? എങ്ങനെയാണ്, എന്താ ആ പാട്ടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയൂ. ഈ പാട്ട് ഇങ്ങനെ കണ്ണുനട്ട് കാത്തിരുന്നിട്ടും അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിങ്ങനെ മനസ്സിലുണ്ടായത്, കാരണം ഇന്ദ്രൻ സേട്ടനാണ് അഭിനയിക്കുന്നത്. അതൊരു കള്ളൻ്റെ റോളാണ്, ഒരു കള്ളൻ ഹാർമോണിയം വെച്ച് പാടുന്ന റോളാണ്. സാധാരണ നമുക്ക് സിനിമയിൽ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഒന്നുമല്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണത്. പക്ഷെ അയാളുടെ സങ്കടങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളല്ല വേണ്ടതെന്നുള്ളൊരു തോന്നലുണ്ട്. വിദ്യാധര മാസ്റ്റർ ഒരു ഗ്രേറ്റ് സിംഗറാണ്, ഓഫ് കോഴ്സ് ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ അതുപോലെ തന്നെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് വേറെ ആർക്കും അതുപോലെ പാടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഗ്രേറ്റ് സിംഗർ എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ അദ്ദേഹം ഇതിൽ പാടുമോ എന്ന് ഒരു തോന്നലുണ്ടായി. അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും ഗിറ്റാറിൽ എൻ്റെ കൂടെ ഇളങ്കോ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് എന്നെ അസിസ്റ്റ് ചെയ്ത് ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടൻ ആണ് എൻ്റെ അടുത്ത് പറയുന്നത്, നമുക്ക് വിദ്യാധര മാസ്റ്ററോട് ചോദിക്കാം. അങ്ങനെയാണ് ഞാൻ വിദ്യാധര മാസ്റ്ററെ അപ്രോച്ച് ചെയ്യുന്നത്. മാസ്റ്റർ പറയുന്നത് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്ത് വരുന്നു, ആ പാട്ട് പാടുന്നു. അങ്ങനെയാണ് അത് സംഭവിച്ചത്. അതുപോലെ മോഹൻലാലിനെ കൊണ്ടും പാട്ട് പാടി. ലാലേട്ടൻ അതെങ്ങനെയായിരുന്നു, അതിന്റെ എങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് എത്തുന്നതും മോഹൻലാലിനെ അപ്രോച്ച് ചെയ്യുന്നതും? ലാലുചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടൻ തന്നെയാണ്. കൊച്ചിലെ മുതലേ എന്ന് പറഞ്ഞാൽ പൂജപ്പുര കണക്ഷൻ ഉണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ലാലുചേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടം തൊട്ട് തന്നെ അറിയാം. അപ്പോൾ ലാലുചേട്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടനെ പാടിപ്പിക്കുന്ന പോലെയാണ്. അപ്പോൾ ലാലുചേട്ടൻ ഒരുപാട് മ്യൂസിക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ജെന്യുവിനായിട്ട് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ലാലുചേട്ടൻ. അപ്പോൾ ലാലുചേട്ടൻ ചില പാട്ടുകൾ അദ്ദേഹം തന്നെ അഭിനയിക്കുമ്പോൾ അദ്ദേഹം അത് പാടിക്കഴിഞ്ഞാൽ അത് നന്നായിരിക്കും എന്നുള്ള തോട്ടുണ്ട്. അങ്ങനെയാണ് കറുത്തൊരു പെണ്ണാണെന്ന് പറഞ്ഞ പാട്ട് ബാലേട്ടനിൽ പാടിപ്പിച്ച്, അതിനുശേഷം 2-3 പാട്ടുകൾ ഈ പ്രണയത്തിൽ ഐ ആം ദ മാൻ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ നൊട്ടേഷനൊക്കെ ഞാൻ എഴുതി വെച്ചത്. അപ്പോൾ ഉടനെ ലാലുചേട്ടൻ പറഞ്ഞു, മോനെ ഇതിനകത്തൊരു ഓട്ടോഗ്രാഫ് ഇട്ടു എന്ന് ചോദിച്ചു. എൻ്റെ ഓട്ടോഗ്രാഫ് ലാലുചേട്ടൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ലാലുചേട്ടൻ ആദ്യം ഓട്ടോഗ്രാഫ് ഇട്ടാൽ ഞാനിവിടാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോഗ്രാഫ് കൊടുക്കും. അങ്ങനത്തെ ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒടിയൻ്റെ കോമ്പോസിഷൻ ലാലുചേട്ടൻ വന്നിരിക്കുന്നത്. അപ്പോൾ ലാലുചേട്ടൻ്റെ അടുത്തിരുന്ന് ഈ കൊണ്ടുവരാന്നുള്ള പാട്ട് പാടി കേൾപ്പിക്കുന്നത്, ലാലുചേട്ടൻ്റെ അമ്മ മഴക്കാർ എന്ന് പറഞ്ഞ പാട്ട് എൻ്റെ വീട്ടിൽ വെച്ച് പാടി കേൾപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് എനിക്ക് ലാലുചേട്ടനായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനോടുള്ള സ്നേഹമോ പ്രണയമോ അതൊക്കെയാണ് എന്നെ വളരെയധികം അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിക്കാനായിട്ട് എന്നെ ഇഷ്ടപ്പെടുത്തുന്നത്. പാട്ട് പാടാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം പറയുമ്പോൾ? ലാലുചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അദ്ദേഹം ചെയ്യുന്ന ഏതൊരു കാര്യമാണ്, ഒരു സിമ്പിൾ കാര്യമാണെങ്കിൽ പോലും അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് മാത്രമാണ് അദ്ദേഹം ചെയ്യണത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അദ്ദേഹം വരുമ്പോഴത്തേക്കും ശരിക്ക് അദ്ദേഹത്തിൻ്റെ അനിയനാണ് ഞാൻ എന്നൊക്കെയുള്ളതിനപ്പുറമായിട്ട് ഞാനാണ് കമാൻഡർ എന്നുള്ള രീതിയിലാണ് ലാലുചേട്ടൻ നിൽക്കുക. അപ്പോൾ എത്ര പ്രാവശ്യം പാടണമെങ്കിൽ അപ്പോൾ പറയും, മോനെ പാടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടി അങ്ങനെ അത് പെർഫെക്റ്റ് ആക്കാനായിട്ട് അതുവരെ പാടിക്കൊണ്ടിരിക്കും. അപ്പം അത്രയും പെർഫെക്ഷനെ ലവ് ചെയ്യുന്ന ഒരാളാണ്. ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന, മനുഷ്യന് ചെയ്യാവുന്ന പരിമിതികളുണ്ടെങ്കിലും ആ പരിമിതികളുടെ ഏറ്റവും എക്സ്റ്റെൻഡ് വരെ അത് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന
ഒരു വലിയ മഹാനായിട്ടുള്ള ആർട്ടിസ്റ്റാണ് അദ്ദേഹം. ശ്രേയ ഘോഷാലിന്റെ എങ്ങനെയാണ് ഈ മലയാളം ഇത്രയും നന്നായിട്ട് ഉച്ചാരണ ശുദ്ധിയോടെ ഉപയോഗിക്കുന്നത്? അതിപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്കും ഞാൻ എന്നെ പൊക്കി പറയുന്നു എന്ന് തോന്നാം. പക്ഷെ അതിൻ്റെ സത്യം എന്താ വെച്ചാൽ, എനിക്ക് പണ്ട് എന്നെ ഇവിടെ ഇടപ്പഴിഞ്ഞിയിൽ എന്നെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പരമേശ്വരൻ പിള്ള സാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇത് പഠിക്കും, മലയാളം അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ ഇത് പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഏകദേശം 80 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് മലയാളത്തിനോടുള്ള എൻ്റെ ഇഷ്ടത്തിനെ കൂട്ടിയ ആൾ. അപ്പോൾ ശ്രേയ ഘോഷാലിന് ഒരു മലയാളം അധ്യാപകനായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്, ഓരോ റെക്കോർഡിങ്ങിനും. അപ്പോൾ ചില പാട്ടുകളൊക്കെ 6 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ, ഇതേ പാട്ട് ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ അത് 1 മണിക്കൂറിനാം ശ്രേയയ്ക്ക് പാടാവുന്നേ ഉള്ളൂ മ്യൂസിക്കലി. പക്ഷേ ലിറിക്കിൻ്റെ എനിക്ക് വളരെ നിർബന്ധമാണ്. ഇപ്പോൾ നനവ്, ഇപ്പം ന എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ്. നനവ് എന്ന് പറയാൻ പറ്റുമോ? എന്നുണ്ട്, രാത്രി എന്ന് പറയാം. പക്ഷെ രാത്രി, നനഞ്ഞ നേരിയ പട്ടുറുമാൽ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള നിനവ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെ ഞാനിങ്ങനെ പറയും, അത് നമ്മുടെ ടങ് വന്നിട്ട് ഇവിടെ റൂഫ് ടോപ്പിൽ ടച്ച് ചെയ്യണം, എന്നിട്ട് എന്ന് പറഞ്ഞാലേ അത്, അല്ലെങ്കിൽ ആയി പോവും. ഇങ്ങനെ അതിൻ്റെ ഒരു അനാറ്റമി കൂടെ പഠിപ്പിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പഠിപ്പിച്ചു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മറ്റുള്ള സംഗീത സംവിധായകരുടെ പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പ്രൗഡായി, ഞാൻ ഒരു നല്ല മലയാള അധ്യാപകനാണല്ലോ. അത് ശ്രേയം തീർച്ചയായിട്ടും സമ്മതിക്കും. അത് ജയചന്ദ്രൻ എന്ന മ്യൂസിക് ഡയറക്ടർ സർട്ടൻ ബ്രാക്കറ്റ്സിൽ ഒതുക്കപ്പെട്ടു പോയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പൊ മെലഡി നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരാൾ, പക്ഷെ ഫാസ്റ്റ് സോങ്സിന് പറ്റിയ ആളല്ല എന്നൊക്കെയുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും, സംശയമില്ല. എല്ലാവരെയും ഓരോ കൂട്ടിലടയ്ക്കും സിനിമയിൽ. അവർക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് മറ്റേ ചെയ്യാൻ പറ്റൂല. കൂടുതൽ ഒരു ജനസിലുള്ള പാട്ടുകൾ ചെയ്തുകൊണ്ട് അയാൾ അങ്ങനെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അൺലെസ് ആൻഡ് അൺടിൽ ഹീസ് എക്സ്പെരിമെൻറ്റഡ് അപ്പോൺ. അപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ചെയ്യാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ അത്തരം സന്ദർഭങ്ങൾ പലതും എന്നിലേക്ക് വരുന്നില്ല. അതിനെനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. പക്ഷേ അത് വന്നാൽ എനിക്ക് 6 ഹിറ്റ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പക്ഷേ അത് 6 ഹിറ്റ് ചെയ്യാൻ എന്നെ സമ്മതിച്ചാലേ എനിക്ക് പറ്റുള്ളൂ, അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള പാട്ടുകൾ ചെയ്യാൻ വേണ്ടി എനിക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. സോ ഐ ജസ്റ്റ് ഹോപ്പ് ദാറ്റ് സംതിങ് വിൽ കം അറൗണ്ട്. അങ്ങനെയല്ല. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേഴ്സറ്റൈൽ ആയിരിക്കണം. അതാണ് നമ്പർ 1. ഞാൻ കൂടുതൽ മെലഡീസ് ചെയ്തതുകൊണ്ട് എൻ്റെ അടുത്ത് എന്നെ അപ്രോച്ച് ചെയ്ത് മെലഡീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ മെലഡീസ് ചെയ്തത്. എപ്പോഴൊക്കെ അല്ലാത്ത പാട്ടുകൾ ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇതുപോലെ ഹിറ്റുകൾ ആ രീതിയിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ ബ്രാക്കറ്റിൽ നമ്മൾ ഒതുക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഒതുക്കപ്പെട്ടിട്ടുണ്ട്. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം ഒരു സിനിമയെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് 160 പരം സിനിമ ചെയ്യാൻ പറ്റിയില്ലേ, അത് തന്നെ ഏറ്റവും വലിയ ബോണസ് അല്ലേ. അപ്പോൾ ഞാനിനി കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് എനിക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് അർഹതയില്ല. സോ വാട്ട് എവർ കംസ് മൈ വേ ഐ വിൽ ഡു. ഐ എം നോട്ട് ലുക്കിംഗ് അപ്പ് ടു ക്വാണ്ടിറ്റി. ഐ എം ലുക്കിംഗ് അപ്പ് ടു ഡൂയിങ് സംതിങ് ചലഞ്ചിങ് വിച്ച് കംസ് മൈ വേ. ഇപ്പോഴുണ്ടല്ലോ ഞാൻ ചെയ്ത പാട്ടുകളൊക്കെ ഇവിടെ ലൈബ്രറിയിലുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തൊക്കെ എനിക്ക് ചെയ്യണമെന്ന് ഞാൻ ഡ്രീം ചെയ്യുന്നോ അതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. There's a very distinct emotional, spiritual, as she said, sensitive element in your music. Adinte base endaanu parayuന്നു. Why is that there's a lot of sensitivity in your music? Or spirituality, spiritual sense adinathulladu. എന്നോട് സാധാരണ ചോദിക്കാത്ത ഒരു ചോദ്യമാണ്. താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ്. അത് എൻ്റെ അച്ഛനും അമ്മയാണ്. തീർച്ചയായിട്ടും എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനുമാണ്. നമ്മുടെ ഒരു ഇമോഷണൽ സെൻസിബിലിറ്റീസൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ എനിക്ക് വലിയ ഭാഗ്യമാണ് എൻ്റെ അമ്മ, അച്ഛൻ, ചേട്ടൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കൊച്ചുകുട്ടി കാലത്ത് നമ്മൾ വളർന്ന രീതികളും എസ്പെഷ്യലി എൻ്റെ അച്ഛൻ വളരെ സൈലൻ്റായിട്ട് സ്പിരിച്വാലിറ്റിയെ അപ്രോച്ച് ചെയ്തിരുന്ന ആളാണ്. അതൊക്കെ ഞാൻ കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അമ്മ ആ രീതിയിൽ മ്യൂസിക്കിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച ഒരാളാണ്. എൻ്റെ ചേട്ടനും അതുപോലെ തന്നെ അനലിറ്റിക്കായിട്ട് മ്യൂസിക്കിനെ കാണുകയും
എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എനിക്ക് അഡ്വൈസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ എൻ്റെ ചില ഫ്രണ്ട്സും, അപ്പോൾ അവരൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. അപ്പോൾ ഇതെല്ലാം അവരുടെയൊക്കെ കൂട്ടായ്മയിൽ നിന്ന് എൻ്റെ മാത്രം ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ഡിസ്കവർ ചെയ്തതോ ഇന്നോവേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻവെൻഷൻ ഒന്നുമല്ല. അവരുടെയൊക്കെ കൂടെയുള്ള ജീവിതങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഗുരുക്കന്മാർ അവരുടെ നിന്ന് കിട്ടിയ പല പ്രകാശം ഇതെല്ലാമാണ് എന്നെ ഞാനാക്കുന്നത്. തീർച്ചയായിട്ടും മ്യൂസിക് കൊടുക്കുന്നതിന് ഏറ്റവും ഇഷ്ടമുള്ള സമയം അങ്ങനെയുള്ള ഉണ്ടോ? അങ്ങനെ ചോദിക്കാൻ കാരണം എ റഹ്മാൻ എപ്പോഴും രാത്രിയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. താങ്കൾക്ക് അങ്ങനെ ഒരു ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പലപ്പോഴും കുളിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് പല ഈണങ്ങളും വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പല ആൾക്കാരത്ത് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ പഴയ യുറേക്ക എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വേഷത്തിലൊക്കെ വെളിയിലോട്ട് ഓടി വന്ന് ഫോൺ എടുത്ത് അതിൽ റെക്കോർഡ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ സാറ് നേരത്തെ ചോദിച്ചത്. അപ്പോൾ ഒരു ഈണം ഒരു സമയത്ത് വന്നാൽ അപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈണം കിട്ടൂല. ദാറ്റ് ഇറ്റ് സെൽഫ് പ്രൂവ്സ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് യുവേഴ്സ്. നേരത്തെ സമയത്തിനനുസരിച്ച് ഈ സംഗീതം മാറുന്ന ഒരു കാര്യമാണ്. റീമേക്കിങ്ങിന്റെ ഒരു സമയമാണ്. പഴയ പാട്ടുകൾ പലതും റീമേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അത് നല്ലതാണെന്നും റീമിക്സിനാണ് റീമേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അത് പല തരത്തിലുള്ള പല രീതിയിലുള്ള അത് അലായാൽ തലവേണം മുതൽ ഉള്ള പല പാട്ടുകളും അതിനെങ്ങനെ കാണുന്നത്? ഞാൻ ഈ സിനിമാ പാട്ടുകൾ അത് ചെയ്ത എനിക്ക് ഇതിലൊരു വേറൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പേ IV ശശി സാർ എന്നെ ഒരു ദിവസം വിളിക്കണം. അപ്പോൾ സാറിൻ്റെ സിനിമ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പണ്ട് പോലെ ലെജൻഡറി ആയിട്ടുള്ള സിനിമകൾ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കോഴിക്കോട് ഇരുന്നു. അന്ന് അത് പൃഥ്വിരാജോ മറ്റോ ആണ് എൻ്റെ നായകൻ എന്നാണ് പറഞ്ഞത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ നമ്മൾ 4 പാട്ടുണ്ട്. അതിലൊരു പാട്ട് പാവാട വേണം എന്ന് പറഞ്ഞ പാട്ട് നമുക്ക് രണ്ടാമതൊരു അത് റീക്രിയേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ റീമിക്സ് മാത്രമല്ല, അതിൻ്റെ റീക്രിയേറ്റ് ചെയ്യാം പുതിയ ഈണത്തിൽ. അപ്പോൾ പാവാട വേണം അങ്ങനെ ഒരു ഈണമായിരുന്നു. എനിക്ക് പഞ്ചാര പനങ്കിളിക്ക് അങ്ങനെയായിരുന്നു അതിൻ്റെ ഈണം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ചെയ്ത സമയത്ത് എനിക്ക് തോന്നി ഇതിൻ്റെ ഒറിജിനൽ മ്യൂസിക് കമ്പോസർ ശ്യാം സാറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കണം തോന്നി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല. അപ്പോൾ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അപ്പം ഞാൻ ശശി സാറിന് പറഞ്ഞു അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ശശി സാർ പറഞ്ഞു അത് സമ്മതിക്കും, വിളിച്ചാൽ മതി, ഞാനും പറയാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ശ്യാം സാറിനെ വിളിച്ചു. ശ്യാം സാർ പറഞ്ഞു മോനെ സോ യു ആർ ജയചന്ദ്രൻ, ഓക്കെ, എങ്ങനെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന പാട്ടിൻ്റെ ഈണം എങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാടിക്കേപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു it sounds good, but I just want to ask you a question. How would you feel if any of your song is taken up at a later time and then given a different tune to what you did? എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു അലാം ബെല്ലിങ്ങനെ കത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു I won't like it. അങ്ങനെ ഉടനെ തന്നെ പറഞ്ഞു നോ യു ക്യാൻ ഡിസൈഡ് ഇഫ് യു വോണ്ട് ടു ഡു ഇറ്റ് ഓർ നോട്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതോടുകൂടി ഞാൻ ശശി സാറിന് പറഞ്ഞു സാർ ഒരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ഈണം തന്നെ നമുക്ക് വ്യത്യസ്തമായ ഓർക്കസ്ട്രേഷനിൽ ചെയ്യാം, ഈ ഈണം നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും പക്ഷെ ആ സിനിമ പിന്നെ നടക്കാണ്ട് വരികയും ചെയ്തു. ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതായത് നമ്മുടെ ലെജൻഡ്സൊക്കെ ചെയ്തിരിക്കുന്ന പാട്ടുകളെ അതിനെ മുറിക്കുകയും മുറിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ശരിയല്ലെന്നും അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആണെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു പുഷ്പം മാത്രം എന്നുള്ള പാട്ട് പല ആൾക്കാരും പല രീതിയിൽ അവരുടേതായിട്ടുള്ള നിരവലൊക്കെ അത് ചെയ്തുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ലിറിക്സും കൂടെ മാറ്റണം. പല പുഷ്പം മാത്രം എന്നൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അത് നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ സമ്മതിക്കില്ല. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള നോട്ട്സ് മാത്രം മാറ്റാനായിട്ട് നമുക്ക് എന്താണ് അധികാരം ആരെങ്കിലും നമ്മൾക്ക് തന്നിട്ടുണ്ടോ? ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ ചെയ്യുന്നവരൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അതിനെപ്പറ്റിയൊന്നും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള സത്യം.
ക്രിയേറ്റീവ് ഫ്രീഡം എന്നുള്ള അംഗനോട് തന്നെ യോജിക്കുന്നുണ്ട്. അല്ല, ക്രിയേറ്റീവ് സ്വന്തമായിട്ട് പാട്ടുണ്ടാക്കണം, സ്വയം ഉണ്ടാക്കാമല്ലോ creative സ്വന്തമായിട്ട് ലിറിക് എഴുതണം, സ്വന്തമായിട്ട് ഈണം ചെയ്യണം. അതിന് ഏത് രീതിയിലുള്ള സംഗതിയോ നിരവിലോ സ്വരപ്പെടുത്തലോ രാഗോദ്ധാരം പല്ലവിയോ കോഡ് പ്രോഗ്രഷനോ അല്ലെങ്കിൽ എന്തും ആവാം. പിന്നെ മറ്റൊന്ന് നേരത്തെ ചോദിച്ചതിന്റെ തുടക്കത്തിലാണ് നേരത്തെ ചോദിച്ചത്, ഈ പഴയൊരു കൺസെപ്റ്റ് ഉണ്ട് മലയാള സിനിമയിൽ. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമുലയാണ്, 4 പാട്ട് 2 സ്റ്റാൻഡ് അങ്ങനെ. ആ ഒരു സിനാറിയോ ഇപ്പൊ മാറി ഞങ്ങളിലേക്ക് ഒരു കാലത്ത് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു നമ്പർ ഓഫ് സോങ്സ് ഇത്ര വേണം എന്ന് പ്രൊഡ്യൂസർ ഇൻസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫിലിം മേക്കർ പറയുക ഇതാണ് എന്റെ പ്ലാൻ എന്ന് പറയും. കാരണം തങ്ങളിലും പറഞ്ഞതുപോലെ ശ്യാമപ്രസാദ് ആദ്യം പ്ലാൻ ചെയ്യുന്നു 3 പാട്ടുകൾ വയ്ക്കാൻ, അവസാനം പാട്ടുകളെ ഇല്ലാതെ വരുന്നു. അങ്ങനെ ഒരു ഫോർമുല മാറിയോ ഇപ്പോൾ? ഫോർമുല ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ സിനിമയുടെ ഏറ്റവും ബ്യൂട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം ഫോർമുലകളിൽ അകപ്പെടാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്നത്തെ സിനിമയുടെ ഒരു യാത്ര എന്ന് തോന്നുന്നു. അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഫോർമുലകൾ ഇല്ലാത്തത് പറയുമ്പോൾ പാട്ടുകളുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ കോമഡി കാണുന്ന ഒരു സംഭവം, റീൽസിലൂടെ വൈറലാകുന്ന ഒരു ഹൂക്ക് പോർഷനുള്ള സോങ് അതിന് മുന്നേ ശേഷവും ഒരുപക്ഷെ ആളുകൾ ഓർത്തിരിക്കുന്ന ഒരു സോങ് പാറ്റേൺ ആയിരിക്കണം എന്ന് പോലും ഇല്ല. അത്തരത്തിലൊരു സംഭവം ഉള്ളതായിട്ട് സാറിന് ഫീൽ ചെയ്തു? അല്ല, ഈ ഹുക്കിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ പാട്ടുണ്ടാക്കുന്നതിൽ ഈ ഹുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂൺസ് ഉണ്ടാക്കുന്നതിൽ അതൊരു ഫോർമുലയായിട്ട് വേണമെങ്കിൽ കാണാം, തീർച്ചയായിട്ടും. ഇൻ ദാറ്റ് വേ ദാറ്റ്സ് എ വെരി നൈസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു റിഫ്രെയിൻ ഉണ്ടാവുക, അത് കഴിഞ്ഞിട്ട് ഒരു ഹുക്ക് വരിക, പിന്നെ അടുത്ത ഭാഗം വരിക, അത് കഴിഞ്ഞിട്ട് ഇതേ ഹുക്ക് തന്നെ വരുത്തുക, എന്നിട്ട് അത് റീലിൽ ഇത് പ്രചരിപ്പിക്കുക, ആ ഹുക്കിനെ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് നമുക്ക് കാണാം. പക്ഷേ എല്ലാ പാട്ടുകളും അങ്ങനെ അല്ലല്ലോ, കുറേ പാട്ടുകളൊക്കെ അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാ കാലത്തും ഉണ്ട്. ഈ മ്യൂസിക് റൈറ്റ്സിന്റെ ഇഷ്യൂ എപ്പോഴും കോൺട്രവേഴ്സിയലാണ്. ഇളയരാജയുടെ പൊസിഷനും എപ്പോഴും കോൺട്രവേഴ്സിയൽ ആവാറുണ്ട്. താങ്കളുടെ ഒരു എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഇതിൽ ഒരു കോൺട്രവേഴ്സിയുടെയും ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രാജാ സാറ് പറയുന്നത് ഒരു വളരെ സത്യമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ പല സംഗീത സംവിധായകരും അവരൊക്കെ അവരുടെ കാലഘട്ടങ്ങളിൽ അവർ വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നിട്ടാണ് അവരൊക്കെ പോയിട്ടുള്ളത്. നമുക്കറിയാം പല ആൾക്കാർ, ഇപ്പോൾ A.T. ഉമ്മർ അതുപോലുള്ള പല ആൾക്കാരും. ഇപ്പം ശരിക്കും ആ സമയങ്ങളിലൊക്കെ അവർക്ക് അവരുടെ പാട്ടുകൾക്ക് ഇതുപോലെ റോയൽറ്റി ചെറുതാണെങ്കിലും അത് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് എത്ര അധികം സഹായമാവുമായിരുന്നു. ശരിക്കും ഒരു പാട്ടെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ലിറിക്കിൻ്റെ ആ ലിറിക് റൈറ്ററുടെയാണ്, അതിൻ്റെ മ്യൂസിക്കിൻ്റെ ആ മ്യൂസിക് കമ്പോസറുടെയാണ്. അത് ഒരു പ്രൊഡക്ഷന് കൊടുത്താൽ പോലും ആ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവരുടേത് തന്നെയാണ്. അപ്പോൾ അത് പല വേദികളിൽ പാടുകയും ഈ സിംഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വേദികളിൽ പാടിയിട്ട് അവർക്ക് വലിയ വലിയ റെമ്യൂണറേഷൻ അവർക്കത് കിട്ടുന്നുണ്ട്, അതൊരു സത്യമാണല്ലോ. പക്ഷെ ഇതിൻ്റെ ഒരു ചെറിയ, ഇപ്പോൾ 1 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ആ പാട്ടിന് ഒരു പാട്ട് പാടുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഒരു 1000 രൂപ ഒരു കമ്പോസറിന് അല്ലെങ്കിൽ ഒരു ലിറിക് റൈറ്ററിന് റോയൽറ്റി ആയിട്ട്. കാരണം അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒറിജിനൽ സോങ് അല്ല അവർ പാടുന്ന ഒരു സിനിമാ പ്രൊഡക്ഷൻ്റെ പാട്ടാണ്. അതൊരു മ്യൂസിക് കമ്പോസറും ഒരു ലിറിക് റൈറ്ററും കൂടെ ചേർന്ന് ഉണ്ടാവുന്ന ഒരു പാട്ടാണ്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കോർട്ട് ഹിയറിങ്ങിൽ വന്നിരിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റ് അനുസരിച്ചിട്ട് ഏത് പാട്ടുകൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഈ ലിറിക് റൈറ്ററിനും സംഗീത സംവിധായകനും അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം, വളരെ ചെറിയൊരു ഭാഗം റോയൽറ്റി ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അത് ഇളയരാജയെ സംബന്ധിച്ചോളം അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ഒത്തിരി അതിൻ്റെ കോപ്പിറൈറ്റ് അദ്ദേഹത്തിന് തന്നെ ഉണ്ട്. കാരണം അദ്ദേഹം തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വന്നിട്ടുള്ളത് ആ കാലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി അദ്ദേഹം തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ വേറൊരാൾ കൈയടത്തുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ റൈറ്റും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിവിടെ വളരെ കഷ്ടപ്പെട്ട് പാടിക്കൊണ്ടിരിക്കുന്നവർക്ക്, പാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല, അവരെ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല. പക്ഷേ ഇതെല്ലാം എല്ലാവിടെയും ഇതിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു. അപ്പോൾ ചാനൽസിലാണെങ്കിൽ അവർക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് അവർ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ
ഒരു റോയൽറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ എനിക്കും കിട്ടുന്നുണ്ട്. ഒരു ഇപ്പോൾ 2000-ഓ 3000 രൂപ അങ്ങനെയൊക്കെ എനിക്ക് ചില ദിവസം ചില മാസങ്ങളിൽ എനിക്ക് വരാറുണ്ട്. ചിലപ്പോൾ ഒരു ലംസം എമൗണ്ട് വരാറുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെന്ന് വെച്ചാൽ ആ പൈസ കിട്ടുന്നതെന്നല്ല, നമ്മൾക്ക് എന്താണ് ലെജിറ്റിമേറ്റായിട്ട് നമുക്ക് എന്താണോ കിട്ടേണ്ടത് അത് കിട്ടുന്നല്ലോ. ഇതൊക്കെ നേരത്തെ ജോൺ ചേട്ടനും രവീന്ദ്രൻ മാസ്റ്ററിനും അതുപോലുള്ള സംഗീത സംവിധായകനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അവരുടെയൊക്കെ ജീവിതങ്ങളൊക്കെ എത്രയും കൂടുതൽ മെച്ചമായേനെ എന്നാലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. ഇതേ സീൻസാണ് ഇപ്പോൾ ഈ ടാലന്റ് ഷോസിൽ പാടുന്ന കുട്ടി എല്ലാവരുടെയും കയ്യിൽ നിന്ന് കിട്ടും. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ടി വിയിൽ കാണുന്ന മ്യൂസിക് ഷോസ്, അതിലെ സിംഗേഴ്സിന്റെ കയ്യിൽ നിന്നും അഥവാ ആ ചാനൽസിൽ നിന്നും ഒക്കെ പൈസ വരുന്നു? അല്ല, ചാനൽസ് ശരിക്കും അവർ ഇത് ഈ പാട്ടുകൾ ഇപ്പോൾ ഒരു പാട്ട് എടുക്കുകയാണെങ്കിൽ ആ പാട്ട് അവർ അതിൽ പെർഫോം ചെയ്തിട്ട് അവർ അതൊരു മോണിറ്ററി അഡ്വാൻറ്റേജിന് ആയിരിക്കുമല്ലോ, അങ്ങനെയല്ലേ വരണം, അത് ബിസിനസ് ആണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് അതിനുവേണ്ടി ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട്, അത് വലിയൊരു എമൗണ്ട് ഒന്നും അല്ല, വളരെ ചെറിയ എമൗണ്ട് ആണ്. ഈ കവർ സോങ്സ് പാടുന്നവരുടെ കയ്യിൽ നിന്നും സെയിം അതേ രീതിയിൽ കിട്ടേണ്ടതല്ലേ? അപ്പോൾ അല്ല, എനിക്ക് തോന്നുന്ന അതിനൊക്കെ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ക്ലാരിറ്റി ഇല്ല. അത്തരം ചോദ്യങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു ലീഗൽ ആസ്പെക്റ്റിലേക്ക് കൂടുതൽ പോയിട്ടില്ല. അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത് ബാധിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ബേസിക്കലി അതിൻ്റെ തോട്ട് റൈറ്റാണ്. ബേസിക്കലി ഇറ്റ് ഇസ് റൈറ്റ്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ വേണം എന്നൊക്കെ ഉള്ളത് കാലം അത് തീരുമാനിക്കും എന്നുള്ളതാണ്. അത് ഇൻഷുർ ചെയ്യാന്നുള്ളതാണ്. അതാണ് അതിനെ റോയൽറ്റി എന്ന് പറയുന്നത്. അതിന് IPRS എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്, അവരാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മളെല്ലാവരും IPRSൻ്റെ മെമ്പേഴ്സാണ്. അപ്പോൾ IPRS ഇസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് വിത്ത് ദിസ്. എവിടെയാണെങ്കിലും ആർട്ടിസ്റ്റിൻ്റെ റൈറ്റ് അത് ഡിനൈ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇളയരാജ സാർ ഇത് പറയുന്നു, അത് നമുക്കിത് ചെയ്യണം എന്ന് പറയുന്നു. അത് മനുഷ്യത്വത്തിൻ്റെതാണ് എൻ്റെ അഭിപ്രായത്തിൽ. അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു റീസൺ അല്ല അതിൻ്റെ മുഖ്യ ഘടകം. അതിൽ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ ഇതെങ്ങനെ എക്സസൈസ് ചെയ്യും? റൈറ്റ് ഉണ്ട്, റൈറ്റ് ഓക്കെ, അങ്ങനത്തെ ഒരു റൈറ്റ് ഉണ്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഇതെങ്ങനെ എക്സസൈസ് ചെയ്യും? അതൊരു സിസ്റ്റം. അതാണ് IPRS എന്ന് പറയുന്നത്. IPRS എന്ന് ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. എവിടെ ഏത് പ്രോഗ്രാം നടത്താലും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഏത് ചാനലിൽ പ്രോഗ്രാം നടന്നാലും അല്ലെങ്കിൽ വെളിയിൽ പ്രോഗ്രാം നടന്നാലും എത്ര പാട്ടുകൾ പാടപ്പെടുന്നു, അത് ഏതൊക്കെ പാട്ടുകൾ പാടുന്നു, അപ്പോൾ ഇതെല്ലാം അവർ അത് വളരെ കൃത്യമായിട്ട് മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഗുണങ്ങൾ എല്ലാ ആർട്ടിസ്റ്റിനും ഒരു സൊസൈറ്റി. സാറ് ഈ അടുത്തിടെ അനിരുദ്ധ് മ്യൂസിക് ഡയറക്ടർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു യൂസ് ചെയ്തിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിറിക്സ് എഴുതിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനോട് സാറിൻ്റെ ഒപ്പീനിയൻ എന്തായി? ഇങ്ങനെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് കമ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്? എൻ്റെ എക്കാലത്തെയും ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ടെക്നോളജിയുടെ സ്ലേവ് ആവരുത് എന്നുള്ളതാണ്. ടെക്നോളജി നമ്മുടെ സ്ലേവ് ആവണം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ AI ആണെങ്കിലും ഏത് പുതിയ കാഴ്ചയാണെങ്കിലും ആ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ AI ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്രിയേറ്റീവ് എലിമെൻറ്റ്, ഇപ്പോൾ ChatGPT-യിൽ നമ്മൾ ഒരു ഐഡിയ കൊടുക്കുന്നു, ChatGPT നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നു ഇങ്ങനെയൊക്കെ എഴുതുക, അത് എഴുതി തരികയും ചെയ്യും അല്ലേ? പക്ഷെ അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എനിക്ക് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ ഞാനല്ല സംസാരിക്കുന്നത്, ChatGPT ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ChatGPT സംസാരിക്കുന്നത്. അല്ല, ഇപ്പോൾ വർഷയുടെ ഞാനൊരു കാര്യം പറഞ്ഞു, വർഷ അത് അങ്ങോട്ട് പറയുമ്പോഴത്തേക്കും വർഷയുടെ വാക്കുകളിൽ എനിക്ക് പറയാനുള്ളത് പറയുന്നു, എൻ്റെ വാക്കുകളിലല്ല. അപ്പോൾ മോഡ് എന്ന് പറയുന്നത്, ആ കമ്മ്യൂണിക്കേഷൻ്റെ മോഡ് എന്ന് പറയുന്നത് എന്നിൽ നിന്ന് വേറൊരാളിലേക്ക് മാറുന്നു, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ChatGPT ചെയ്യുമ്പോൾ തന്നെ ചില വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം. പല സ്കൂളുകളിലും ഞാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ ChatGPT നോക്കിയാണ് എല്ലാം എഴുതി വയ്ക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്യപ്പെടും, ചില ഹൈഫൺ അത് റിപ്പീറ്റ് ചെയ്യപ്പെടും, ഇങ്ങനെ വരുന്നത്. അപ്പോൾ AI വരുമ്പോഴത്തേക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സംഗീതമാണോ അവിടെ വരുന്നത്? അതാണ് ഞാനൊരു ലിറിക്ക് കൊടുക്കുന്നു, അതിന് സംഗീതം ഇങ്ങോട്ട് തരുന്നു, അതിന് 10 വേർഷൻസ് 5 മിനിറ്റിനുള്ളിൽ എനിക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ 5 സെക്കൻഡിനുള്ളിൽ കിട്ടുന്നു വെച്ചു. അതൊന്നും എൻ്റെ മ്യൂസിക് അല്ലല്ലോ. അപ്പോൾ എൻ്റെ മ്യൂസിക് അല്ലാത്തതിനെ എൻ്റെ മ്യൂസിക് ആണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് ഇത് മാറി വരില്ലേ?
എന്നുള്ളൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാതെ ഞാൻ ചെയ്യുന്നു എന്ന് പറയാനും അത് പ്രചരിപ്പിക്കാനും ആ രീതിയിൽ പ്രശസ്തരാവാനും ആ രീതിയിൽ കാശുണ്ടാക്കാനും ഉള്ള പരിപാടിയായിട്ട് AI മാറാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വരാം. അതിപ്പോൾ ഞാൻ മാത്രം, ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഞാൻ മാത്രമായിട്ട് ഒരു കാര്യത്തിനെ തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല. പക്ഷേ AI നിന്ന് ഇപ്പോൾ ChatGPT ഫോർ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന, ഞാൻ ChatGPT ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഐ ആസ്ക് സർട്ടൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ആ ക്വസ്റ്റ്യൻസ് എനിക്ക് ഉത്തരങ്ങൾ കിട്ടിയ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ ലാംഗ്വേജിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ രീതിയിൽ ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ AI ഒരു അസിസ്റ്റൻ്റായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവാം. വേറൊരു കാര്യമുണ്ട്, അതായത് ഇപ്പം ഞാൻ പാടിക്കഴിഞ്ഞാൽ, ഞാനൊരു പാട്ട് പാടുന്നു, ഈ പറഞ്ഞ പോലെ ട്രാക്ക് പോലെ പാടുന്നു, അത് AI ഏതെങ്കിലും ഒരു വോയിസ് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നന്നായിട്ട് അത് പാടിയിട്ടുണ്ടെങ്കിൽ AIയുടെ വോയിസിൽ ആ പാട്ട് അസലായിട്ട് പാടിയതായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ, ശരിക്കും മറ്റുള്ള പാട്ടുകാരെ ഡിഫറെൻറ്റ് വോയിസസ് നമ്മൾ വിളിക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറി ഞാൻ തന്നെ സ്വന്തമായിട്ട് പാടി അത് ഈ വോയിസിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാനൊരു പാട്ടിൽ ഈയിടെ ചെയ്യുണ്ടായി. അപ്പോൾ അത് എത്തിക്കലാണോ ശരിയാണോ, അപ്പോൾ ഇയാൾക്ക് എന്ത് പേര് കൊടുക്കുന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അവസാനം ഞാൻ ജസ്വീന്ദർ സിംഗ് സംഘ എന്ന് പറഞ്ഞൊരു പേര് അതിനകത്ത് എഴുതി ചേർത്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ശരിയും തെറ്റുമൊന്നും എന്താണ് പറയുക, അതൊക്കെ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് ഓരോരുത്തർക്കുള്ളത്. എൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണെന്ന് മാത്രമേ പറഞ്ഞത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ മൂളാറുള്ള പാട്ടുകൾ സ്വന്തം പാട്ടുകളാണോ അതോ വേറെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയാണോ? ഞാൻ ഒരിക്കലും എൻ്റെ പാട്ടുകൾ മൂളാറില്ല. അത് എൻ്റെ വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു 10,000 വട്ടം കേട്ടിട്ടാണ് അവസാനം നമ്മൾ ഈ മാസ്റ്ററിലേക്ക് വരുന്നത്. അപ്പോൾ മാസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ചില സമയത്ത് ദേഷ്യം വരും, ഇത് എത്ര പ്രാവശ്യം ഇത് കേട്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പാട്ടുകൾ ഞാൻ കേൾക്കാറില്ല. ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ റേഡിയോയിലോ മറ്റോ ആണ് കേൾക്കുന്നത്. അപ്പോഴാണ് ശരിക്കും അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിലയിരുത്താനും സാധിക്കുന്നത് കാണുന്നത്. എൻ്റെ മനസ്സിൽ പഴയ ഹിന്ദി പാട്ടുകൾ എപ്പോഴും അഭി ന ജാവോ ഛോഡ് കർ, അതുപോലുള്ള പാട്ടുകൾ, ചിങ്കാരി കോയി പടുക്കേ, അതൊക്കെ ഒരു ഏ ലാൽ രംഗ് കബ് മുझे छोड़ेगा. തമിഴ് പാടും, ഉന്നെ കാണാതെ കണ്ണും കണ്ണല്ല. അതുപോലുള്ള പാട്ടുകളൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ കൂടുതൽ മദൻ മോഹൻ സാറിന് ലഗ് ജാ ഗലേ, അതുപോലെ ഇതുപോലുള്ള പാട്ടുകൾ, തേരേ മേരേ മിലന ഈ ആ കാലഘട്ടത്തിലെ പാട്ടുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും കേൾക്കുന്നതും എൻ്റെ രാത്രി പാട്ടുകളായിട്ട് മാറുന്നത്. ഈ പാട്ടുകളൊക്കെ കേട്ട് അതൊക്കെ താരാട്ട് പാടിയാണ് എന്നെ ദിവസവും ഈ വയസ്സിൽ ഉറക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം അനുരാഗം. സബാഷ്. കർണാട്ടിക് രാഗാസ് എന്ന് പറയുന്നത് ഓരോ രാഗത്തിനും ഒരുപാട് ബ്യൂട്ടിഫുൾ രാഗങ്ങൾ മോഹൻ സാറിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ റെയർ ആയിട്ടുള്ളത് രേണുകാദേവി സംരക്ഷിതോഹം അനീശം രേണുകാദേവി സംരക്ഷിതോഹം. ഇങ്ങനെ പല പല കൃതികൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു രാഗമാണ് ഹമീർ കല്യാണി. പരിമള രംഗനാഥം ഭജേഹം.
വീര നൂതം പരി പായാലിത ഭക്തം പുണ്ടരീക വല്ലീനാഥം പരിമള രംഗനാഥം സിനിമയിലെ കാസ്റ്റ് ഒരു വലിയൊരു ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ, ഫിലിം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഉള്ളതായിരുന്നു ഇതിപ്പോ ഒരു കാസ്റ്റ് ബേസ്ഡ് ഇഷ്യൂ. എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. സിനിമയിൽ അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പലപ്പോഴും ഇപ്പോഴൊക്കെ പറയുമ്പോഴാണ് ഇവരൊക്കെ ഇങ്ങനെ ചിന്തിക്കണമെന്ന് ഞാൻ കരുതുന്നത്. എനിക്കത് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. കാരണം എൻ്റെ പല ഫ്രണ്ട്സും, കൊച്ചിലെ മുതലുള്ള ഫ്രണ്ട്സ്, അവർ പല വിശ്വാസത്തിലുള്ള ആൾക്കാരാണ്. എനിക്ക് അപ്പോഴൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇവർ വേറൊരു വിശ്വാസത്തിലുള്ളതാണോ. എല്ലാ വിശ്വാസങ്ങളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോയ ഒരു വളരെ വലിയ ഒരു സംസ്കാരമുള്ള നമ്മുടെ തിരുവനന്തപുരത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ പാളയത്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. അതിൻ്റെ മതിലിൽ തന്നെ ഇപ്പുറത്ത് ഗണപതി കോവിലുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു രീതിയിൽ, എൻ്റെ കൊച്ചുകുട്ടിക്കാലം തൊട്ട് എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരാണ് മുഹമ്മദ് ആരിഫ്, ഞാൻ നേരത്തെ പറഞ്ഞ ജോൺ മത്തായി. നമ്മൾ രണ്ടുപേരാണ് വീട്ടിൽ എപ്പോഴും. അമ്മ എനിക്കെന്ന പോലെ അവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുക്കും. അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവരുടെ അമ്മമാരും എനിക്ക് ഭക്ഷണം വിളമ്പിക്കും. ഇവരൊക്കെ വേറെ വിശ്വാസത്തിലുള്ളതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് പല ആൾക്കാരും പറഞ്ഞാണ് എനിക്കിത് മനസ്സിലാകുന്നത്. അപ്പം നമ്മളൊന്നും അങ്ങനെ വളർന്ന ആൾക്കാരല്ല, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സിനിമയിൽ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഒരു പാട്ടുകാരനെ പാടി അയാൾ ഇന്നതാണോ ഇല്ല, മനുഷ്യനായിട്ട് മാത്രം കണ്ടിട്ടുള്ളൂ. സംഗീതം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. ബേസിക്കലി ഐ ബിലീവ് ഇൻ ദാറ്റ്. അപ്പോൾ എല്ലാവരെയും മനുഷ്യരായിട്ട് കാണാൻ പഠിപ്പിക്കുന്നത് കൂടിയാണ് സംഗീതം. അപ്പോൾ സംഗീതം അതുകൊണ്ടാണ് യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സംഗീതം ഒരു റിലീജിയൻ ആണെങ്കിൽ അതാണ് എൻ്റെ റിലീജിയൻ. സംഗീതം അതിനകത്തൊരു സെക്റ്റാണെങ്കിൽ അതും അതാണ്. എൻ്റെ ഭാഷയും മ്യൂസിക്കാണ്. അങ്ങനെ നമ്മൾ നൊട്ടേഷൻസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഭാഷ എഴുതുന്ന ലാംഗ്വേജ്, അത് നമ്മൾ എഴുതുന്ന അക്ഷരങ്ങൾ ആ നൊട്ടേഷൻസ് ആയിട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഇത്തരം വൈവിധ്യങ്ങളും വേർതിരിവുകളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മനുഷ്യൻ്റെ മതിൽക്കെട്ടുകളൊക്കെ സംഗീതം പൊളിച്ചു കളയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്റർനാഷണൽ മ്യൂസിക് ഫോളോ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോണർ ഓഫ് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ സംഗീതത്തിനൊക്കെ അപ്പുറമായിട്ട് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കാണ്. ഞാൻ എപ്പോഴും അതിൻ്റെ വലിയ ആരാധകരാണ്. ഞാനിങ്ങനെ പതിയിരിക്കുകയാണ്. എന്താ വെച്ചാൽ എപ്പോഴെങ്കിലും എനിക്ക് അതിനകത്തോട്ട് ചാടാനായിട്ടുള്ള ഒരു അവസരം കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പോൾ ആ ഒരു ജനസിൽ സംഗീതം ചെയ്യണമെന്നും കമ്പോസ് ചെയ്യണമെന്നും ഓർക്കസ്ട്രേറ്റ് ചെയ്യണമെന്നും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സിംഫണിയൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള അറിവില്ല. അപ്പോൾ അതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും അവർ ചെയ്യുന്ന ലെവലിലേക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ നിന്നായതുകൊണ്ട് ആ ഒരു കൾച്ചറിൻ്റെ ബീജത്തിലല്ല നമ്മളുള്ളതൊന്നും എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഞാനത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന മ്യൂസിക്കും തീർച്ചയായിട്ടും പല കാലങ്ങളിലുള്ള വെസ്റ്റേൺ ക്ലാസിക്കൽ കമ്പോസേഴ്സിൻ്റെ മ്യൂസിക്കാണ്. പണ്ട് മുതലേ ഉണ്ടോ? പണ്ട് വളരെ വളരെ പണ്ട് മുതലുണ്ട്. ആദ്യമൊക്കെ ഇതിൻ്റെ കാസറ്റൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ട് TKM എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഫ്രണ്ട് ഒരു കാസറ്റ് പ്ലേ ചെയ്തു. അത് ഇതിൽ കുരുങ്ങിപ്പോയി. അപ്പോൾ അത് കേട്ട് അവനോട് ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അത് ബെയ്ത്തോവൻ്റെ ഒരു കോമ്പോസിഷനായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അത് എനിക്ക് തോന്നുന്നത് 7th സിംഫണിയാണെന്ന് തോന്നുന്നു. അതാണ് പ്ലേ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ചേട്ടൻ്റെ കൂടെ ചെന്നൈയിൽ ആ കാലഘട്ടത്തിൽ പോയപ്പോഴത്തേക്കും ഞാൻ ചെന്നൈ മുഴുവനും അരിച്ചു പറക്കി ഒരു കട കണ്ടെത്തി അവിടെ ഈ കാസറ്റ് ഉള്ളത് അത് മേടിച്ചു. അങ്ങനെയാണ് ഈ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിനോടുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത്. അത് ഭയങ്കര ആഴത്തിൽ താല്പര്യമുണ്ട്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ട് കൂടി ഒന്ന് പാടിയാൽ.
മെല്ലെ 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 മെല്ലെയാണീ യാത്ര നിളയിലൂടൊരു യാത്ര കനവിലൂടൊരു യാത്ര